ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യാന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടിയായ പോരാട്ടം 2025 ഇന്ന് എത്തി നിൽക്കുന്നത് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലാണ്. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പൊതുജനങ്ങൾക്കും നേതൃത്വത്തിനും എല്ലാം സ്വാഗതം. വേദിയിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് MM ജോർജ്, സ്വാഗതം. UDF നേതൃത്വം ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ആശാ സനൽ, സ്വാഗതം. LDF പ്രതിനിധി അനിൽ ചെറിയാൻ, സ്വാഗതം. UDF പ്രതിനിധി നെവിൻ ജോർജ്, സ്വാഗതം. BJP പ്രതിനിധി BN ബാലകൃഷ്ണൻ, സ്വാഗതം. ആദ്യമേ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റിലേക്കാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിന് നിങ്ങളുടെ ഭരണസമിതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു? പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തുമാത്രം കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം വളരെ സ്വാർത്ഥകമായ 5 വർഷക്കാലമാണ് പിന്നിട്ടത്. വികസന പ്രവർത്തനങ്ങളിൽ ഒട്ടേറെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ, 26 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഈ 5 വർഷക്കാലത്തിനിടയിൽ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 100% പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഈ ഗ്രാമപഞ്ചായത്ത് അധികാരത്തിൽ വരുന്ന സമയം കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തെ ആകെ മരിഞ്ഞു മുറുക്കുന്ന സന്ദർഭമായിരുന്നു. എന്നാൽ ആ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ഈ മണ്ഡലത്തിലും ജില്ലയിലും ഏറ്റവും ആദ്യം നടപടികൾ സ്വീകരിച്ച പഞ്ചായത്ത് തിരുമാറാടിയായിരുന്നു. തിരുമാറാടിയിൽ തൊട്ടപ്പുറത്തുള്ള ടാഗോർ ഹാൾ, CFLTC തുടങ്ങിക്കൊണ്ട് നമ്മുടെ മേഖലയിൽ നിന്ന് വന്ന മുഴുവൻ രോഗികൾക്കും, അതിൽ ജാതിയോ വർണ്ണമോ രാഷ്ട്രീയമോ പഞ്ചായത്തുകളോ ഒന്നും ആക്കാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ ചികിത്സയും മറ്റ് സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ നിരവധിയായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകളുടെ സഹായത്തോടുകൂടി നിരവധിയായ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞ 5 വർഷക്കാലമാണ് ഞങ്ങൾ പിന്നിടുന്നത്. ഏറ്റവും വലിയ മുൻതൂക്കം നൽകിയത് കാർഷിക മേഖലയിലാണ്. 65,55,000 രൂപയുടെ പദ്ധതികൾ ഈ കാലഘട്ടത്തിനിടയിൽ നടപ്പിലാക്കുന്നതിന് കഴിഞ്ഞു. അതിൻ്റെ ഫലമായി നമ്മൾ നിൽക്കുന്ന വാർഡ് 9ാം വാർഡ് അടക്കമുള്ളവ സംസ്ഥാന ഗവൺമെൻറ് ഹരിത വാർഡായി പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മുടെ മേഖലയിൽ, കാർഷിക മേഖലയിൽ ഉണ്ടായ പുരോഗതിയുടെ ഉൽപ്പാദന വർധനവിൻ്റെ തെളിവ് നമ്മുടെ കാർഷിക വിപണികളിൽ നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ കഴിയും. 13 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിൽ റോഡുകളുടെ നിർമ്മാണത്തിലടക്കം ഉണ്ടാക്കിയെടുക്കുന്നതിന് കഴിഞ്ഞു. NREG പദ്ധതികളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ ശുചീകരണ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ജില്ലയിലെ തന്നെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന നിലയിൽ അവാർഡുകൾ വാങ്ങിക്കാൻ കഴിഞ്ഞു. ശ്രീമതി രമാ മുരളീധര കൈമൾ പ്രസിഡൻ്റായിരുന്ന കാലത്താണ്, 2022-23 കാലത്താണ് സൽഭരണത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കേരളത്തിൽ 3 പഞ്ചായത്തുകൾക്ക് ലഭിച്ചത്. ഒരെണ്ണം തിരുമാറാടിക്കാണ്. 17 അംഗൻവാടികൾ ഏറ്റവും മികച്ച നിലയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടീം വന്ന് ആ അംഗൻവാടികൾ പരിശോധിക്കുകയും ഈ കേരളത്തിൽ അവർ കണ്ട അംഗൻവാടികൾ ഏറ്റവും മികച്ച നിലവാരത്തുള്ള അംഗൻവാടിയായി തിരുമാറാടിയിലെ അംഗൻവാടികൾ കണക്കിലാക്കുകയും ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾ, കൃഷി വകുപ്പ്, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ്, നമ്മുടെ ജലവിഭവ വകുപ്പ് എന്ന് തുടങ്ങിയ വകുപ്പുകളെല്ലാം നൽകിയ വലിയ സഹായങ്ങൾ ഇത്തരത്തിൽ ഞങ്ങൾ അനുസ്മരിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രി ശ്രീ V. ശുങ്കുട്ടി നേരിട്ട് ഇവിടെ എത്തിച്ചേരുകയും തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 2 കോടി രൂപയുടെ പദ്ധതി ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വേദിയിൽ വെച്ച് ബഹുമാനായ മന്ത്രി പറഞ്ഞു, MLA-യോട് 1 കോടി രൂപ കൂടി അനുവദിക്കണമെന്ന്. ലഭിച്ചില്ല. 1 പൈസ പോലും നാളിതുവരെ ലഭിച്ചില്ല. അങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര സഹായം ലഭ്യമാക്കാൻ ബാധ്യതയുള്ള MLA അടക്കമുള്ളവരുടെ യാതൊരു സഹായവും ലഭിച്ചില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ലെങ്കിലും വേണ്ടത്ര പിന്തുണ MLA അടക്കമുള്ളവരുടെ ഭാഗത്തുണ്ടായില്ല എന്ന ഖേദം കൂടി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കാതിരിക്കാനാവും. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വീടുകൾ ഇവിടെ? 94 വീടുകൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു. വീട് പുനരുദ്ധാരണത്തിൽ 48 വീടുകൾ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 3 പഠനമുറികൾ ഈ വർഷത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു. ആശ്രയ വിഭാഗത്തിൽപ്പെട്ടവരുടെ പുനരുദ്ധാരണം 2 വീടുകൾ പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു. അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് പുനരുദ്ധാരണം 8 പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു. ശുചിത്വ കിണർ മാറ്റൽ, അങ്ങനെ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്ന നിലയിൽ തിരുമാറാടിയെ മാറ്റിയെടുക്കുന്നതിന് കഴിഞ്ഞു. അതിൻ്റെ അവാർഡടക്കം
ബഹുമാന്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു എന്ന സന്തോഷവും സംതൃപ്തിയുമായാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, UDF നേതൃത്വത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പ്രകടന പത്രികയിലെ 100% കാര്യങ്ങളും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. മികച്ച പഞ്ചായത്ത് അടക്കമുള്ള അവാർഡുകൾ നേടുന്നു എന്ന് പറയുന്നു. പക്ഷേ MLA ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ലഭിച്ചില്ല എന്ന് പറയുന്നു. ഈ 5 വർഷക്കാലം എന്താണ് ഇവരുടെ ഭരണത്തെ നിങ്ങൾ നോക്കിക്കാണുന്നത്? ഈ 5 വർഷക്കാലം ഒരുപാട് കോടികളുടെ വികസനം കൊണ്ടുവന്നു എന്ന് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പല മേഖലകളിലും കാർഷിക മേഖലയിലേക്കും ശുചിത്വ മേഖലയിലേക്കും കോവിഡ് ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് ഇവിടെ കൊണ്ടുവന്നതിൻ്റെ വികസനം എവിടെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം കാർഷിക മേഖലയിലേക്ക് KLDCയുടെ അടക്കം ഒരുപാട് ഫണ്ടുകൾ ഇവിടെ കൊണ്ടുവന്നു എന്നും കാർഷിക മേഖലയിലേക്ക് നെൽകൃഷിയും അല്ലാതെയുള്ള എല്ലാ രീതിയിലും പഞ്ചായത്തിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിച്ചു എന്ന് പ്രിയപ്പെട്ട ശ്രീ ജോർജ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അവിടെ കൃഷി ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. കാരണം പല സ്ഥലങ്ങളിലും KLDCയുടെ ആണേലും താഴ്ത്തിയെടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊക്കെ താഴ്ത്തിയെടുത്താൽ മാത്രമേ വെള്ളം ഒഴുകിപ്പോവുകയുള്ളൂ എന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് സൈഡ് കെട്ടിലേക്ക് കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ട് തൽപര കർഷകർക്കുള്ള സൈഡ് കെട്ടൽ എന്നൊരു രീതിയിലേക്കൊക്കെ മാറിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. എവിടെ കൃഷി നടന്നു അല്ലെങ്കിൽ ഒരു കൃഷി ഇറക്കിയിട്ട് രണ്ടാമത്തെ ഒരു കൃഷി ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ ഈ പറയുന്ന KLDCയുടെ ഫണ്ട് കൊണ്ടുവന്ന സ്ഥലങ്ങളിൽ എന്നുള്ളത് ഒന്ന് പരിശോധിച്ചാൽ പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ട MLA കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട MLAയുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ തിരുമാറാടി സ്കൂളിൽ 1 കോടി രൂപ കഴിഞ്ഞ ദിവസം മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം വന്നവിടെ തറക്കല്ലിട്ടു. അവിടെ ടെൻഡർ നടപടി പോലും ആവാതെയാണ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജിൻ്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ആണല്ലോ, അപ്പോൾ ഇവിടെ തറക്കല്ലിട്ടേക്കാം, നിർമ്മാണോദ്ഘാടനം നടത്തിയേക്കാം എന്ന് പറഞ്ഞു. ടെൻഡർ നടപടികൾ പോലും ആവാത്ത ഒരു സ്ഥലത്താണ് അത് ചെയ്തത് എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ സഹകരിച്ചു. ഒരു സ്കൂളുമായിട്ടുള്ളൊരു വികസനമല്ലേ, അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. MLAയും സപ്പോർട്ട് ചെയ്തു. പക്ഷേ MLA വിചാരിക്കാതെ 1 കോടിയുടെ വികസനം അങ്ങനെ ഒരു നിർമ്മാണോദ്ഘാടനം അവിടെ നടത്താനായിട്ട് സാധിക്കുമോ? പറ്റില്ല. ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ കൊണ്ടുവരുമ്പോൾ, ശ്രീ മന്ത്രി ശിവൻകുട്ടി അവിടെ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുണ്ടായ ഒരു കാറ്റ്, ഒരു അവിചാരിതമായ ഒരു കാറ്റത്ത് ആ സ്കൂളിൻ്റെ മേൽക്കൂര മുഴുവനും കല്ലോടുകൂടി പറന്നു പൊങ്ങി. അന്ന് ദൈവാധീനം കൊണ്ട് അവിടെ സ്കൂൾ കുട്ടികളില്ലാതിരുന്ന സമയത്താണ് അത് താഴെ വീണ സാഹചര്യത്തിൽ മന്ത്രി വരുന്നുണ്ടല്ലോ, മന്ത്രി വരുമ്പോൾ അടിയന്തരമായി കാശ് അനുവദിക്കും എന്ന ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഞങ്ങൾ സ്വാഗതം പറഞ്ഞത്. പക്ഷേ മന്ത്രി അവിടെ PTA കുറ്റപ്പെടുത്തുവാനും HMനെ കുറ്റപ്പെടുത്തുവാനുമാണ് മുന്നിട്ട് നിന്നത് എന്നുള്ളതാണ്. അവിടെ അത് പറയുകയും ഈ പറയുന്ന പെട്ടെന്ന് പറന്നുപോയ മേൽക്കൂര നന്നാക്കാൻ അടിയന്തരമായി കാശ് അനുവദിക്കുമെന്ന് പറഞ്ഞു. അനുവദിച്ചില്ല. പിന്നീട് അനുവദിക്കാതെ വന്നപ്പോൾ ജില്ലാ പഞ്ചായത്താണ് 10 ലക്ഷം രൂപ അനുവദിച്ചു അടിയന്തരമായിട്ട് തന്നെ അതിൻ്റെ മുകളിൽ അപകടാവസ്ഥ മാറ്റി ഷീറ്റ് മുഴുവനും മാറ്റിയിട്ടിരിക്കുന്നത്. അന്ന് മന്ത്രി 2 കോടി രൂപ അവിടെ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. MLA 1 കോടി രൂപ പ്രഖ്യാപിക്കുന്നു. പക്ഷേ ആ MLAയും കൂടെ ഇടപെട്ട് തന്നെയാണ് അതിന് മുമ്പുള്ള പ്രവർത്തനം നടന്നത് എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ MLA തന്നോ ഇല്ലയെന്ന് വെച്ചാൽ ഇതിപ്പോൾ മന്ത്രി വന്ന് പോയിട്ട് ഒരുപാട് നാളായില്ല. MLAയുടെ അടുത്ത വർഷത്തെ ഫണ്ടിൽ പ്രഖ്യാപിക്കില്ല എന്ന് ശ്രീ ജോർജ് പറഞ്ഞാൽ അങ്ങനെ ഒരു വിവേചനമില്ല. അങ്ങനെ ഒരു വിവേചനം ഒരിക്കലും കാണില്ല. അപ്പോൾ തിരുമാറാടി ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു കെട്ടിടം കൊണ്ടുവരുവാനായിട്ട് MLA ആണ് നേതൃത്വം നൽകിയത്. അവിടെ ഒരു കെട്ടിടം വന്നു. ആ കെട്ടിടം ആ സൈഡിൽ പണിയണതിന് പകരം അത് ആ നേരെ നടുക്കൊണ്ടേ വെച്ചു. സൈഡിൽ പണിയാതിരുന്നത് പുറകിലിരിക്കുന്ന ആളുകൾക്ക് വ്യൂ കിട്ടില്ല, വീടുകൾക്കൊന്നും പറമ്പിനൊന്നും വ്യൂ കിട്ടില്ല എന്നൊരു അർത്ഥത്തിൽ പിന്നെ ഞങ്ങളും ഓക്കെ ശരി കുഴപ്പമില്ല, അത് ഫ്രണ്ടിൽ തന്നെ പണിതാലും പൊതുജനങ്ങൾ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിരുമാറാടി ആശുപത്രി. അവിടെ ഒരു ടാഗോർ ഓഡിറ്റോറിയം ഉണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡിൻ്റെ സമയത്ത് പഞ്ചായത്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു. ആ സമയത്ത് ജില്ലാ പഞ്ചായത്തും അവിടെ 5 to 8 വരുന്ന ഓക്സിജൻ ബെഡുകളും ഞാൻ നൽകിയതാണ്. ആ ഓക്സിജൻ ബെഡുകൾ ഇന്ന് എവിടെ? അവിടുത്തെ ഫാനും ലൈറ്റും ഒക്കെ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ വരുമാനം കിട്ടുന്ന ഒരു ടാഗോർ ഓഡിറ്റോറിയം. അവിടുത്തെ മിറ്റം എങ്ങനെ കിടക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. അവിടെ ഒരു ആളുകൾക്ക് കുഴി കാരണം നടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അതിരിക്കുന്നു. അത് ഭരണപക്ഷം പ്രതിപക്ഷം അവിടെ പറഞ്ഞു ഞങ്ങളുടെ ഫണ്ട് മുഴുവൻ എടുത്തൊരു കോമൺ പ്രോജക്റ്റായിട്ട് അതെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാതെ ഇന്നും ടാഗോർ ഓഡിറ്റോറിയത്തെ മിറ്റവും ആ ടാഗോർ ഓഡിറ്റോറിയവും കിടക്കുന്നതും ഇതുവരെ ആശുപത്രിയിലെ ട്രീ കമ്മിറ്റിയുടെ പ്രശ്നമായിരുന്നു കുറേ നാളത്തേക്ക്. അത് പിന്നെ ഞാൻ ജില്ലാ പഞ്ചായത്തിന് പരിഹരിച്ചു കൊടുത്തു. ഇന്നും അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താനായിട്ട് ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. 100% പ്രവർത്തനങ്ങളും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്.
അവർക്ക് പറയാം, പക്ഷേ ഞങ്ങൾ അതൊരു എതിർക്കുന്നു. ഒരു പ്രവർത്തനം കാണാൻ. ഓക്കെ, വീണ്ടും തിരിച്ചു വരാം. BJP നേതൃത്വത്തിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം BJPയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇവരുടെ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, ഇവിടെ എറണാകുളം ജില്ലയിൽ 82 പഞ്ചായത്തുകളിൽ ഈ തിരുമാറാടി പഞ്ചായത്തിന് 1,47,00,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. കാരണം കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് തീർത്ത് നമ്മൾ തട്ടേക്കാട്, നാവോളി, മറ്റും ചെറ്റേപ്പിടുക ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് 1,47,00,000 രൂപയാണ് നമ്മുടെ ഈ പഞ്ചായത്തിന് അനുവദിച്ചിട്ടുള്ളത്. ഇത് എത്രമാത്രം ഇതിനകത്ത് ഈ പഞ്ചായത്ത് ഇതിന് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? ഒരു 35% കൂടുതൽ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കാരണം എത്ര വീടുകളിൽ കുടിവെള്ളം എത്തിയിട്ടുണ്ട്, എത്ര വീടുകളിൽ പൈപ്പ് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമന്ത്രിയുടെ ഈ കുടിവെള്ള പദ്ധതി ഏറ്റവും മുഖ്യമായൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയിൽ ഈ ഭാരതത്തിൽ ഉടനീളം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ഈ സാധാരണക്കാർക്ക് വെള്ളമില്ലാത്ത അവസ്ഥയിൽ ഇന്ന് നമുക്കറിയാം, ഈ നാവോളിമറ്റ ആ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം വെള്ളമില്ലാണ്ട് വന്നിട്ട് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് മാറിയ സംഭവം നമുക്കറിയാം. അതുപോലുള്ള ഈ സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ തട്ടേക്കാട് കയറി പോകുമ്പോൾ അവിടെ ഒരു സുരേഷ് ഗോവിന്ദൻ എന്ന് പറഞ്ഞ വ്യക്തി FBയിൽ സ്ഥിരം പോസ്റ്റ് ഇടുമായിരുന്നു. ഇന്ന് വെള്ളം വന്നിട്ട് 6-ാം ദിവസം, ഇന്ന് വെള്ളം വന്നിട്ട് 7-ാം ദിവസം എന്ന് FBയിൽ പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും ഈ 1,47,00,000 രൂപ ഈ പഞ്ചായത്തിന് തന്നിട്ട് ഈ പദ്ധതികൾ എന്താണ് ഇത് പാളിപ്പോയത്? ഇതിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന് മറുപടി നൽകിയേ കഴിയൂ. ഒന്നാമത്. രണ്ടാമത്, നമ്മുടെ ഇവിടെയുള്ള ഈ ഓഡിറ്റോറിയത്തിൻ്റെ അവസ്ഥ ഇന്ന് എന്താണ്? ചുറ്റും 2-3 വേറെ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. ഈ പട്ടി വെറ്റി കിടക്കുന്ന രീതിയിൽ 2-3 കെട്ടിടങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസ്ഥ ഇന്ന് എന്താണ്? ഒരു കെട്ടിടം കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊഴിച്ചാൽ ഇവിടെ വളരെ മോശമായ, കാരണം ഈ ഓഡിറ്റോറിയത്തിൽ ഇവിടെ സമീപ പഞ്ചായത്തുകളിലെയും തൊട്ടടുത്ത് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ വേണ്ടത്. അതിന് പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ മണ്ഡലംമല വിഷയം പറയാൻ ഒത്തിരി വിഷയങ്ങളുണ്ട്, സമയപരിമിതികളുണ്ട്. പെട്ടെന്ന് മണ്ഡലംമല വിഷയം, മണ്ഡലംമല കുടിവെള്ള സംഭരണി വിഷയം, ഈ കോടതി വിധി ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഈ പദ്ധതികൾ നീണ്ടുപോകുന്നു? എനിക്കറിയാൻ പറ്റാത്ത എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് അവിടെ ഈ പഞ്ചായത്ത് തലത്തിലെ ആൾക്കാർ ഇവിടെ സഹകരിച്ചുകൊണ്ട് ഈ മണ്ഡലം സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സമിതിയൊക്കെ ഉണ്ടാക്കി ഇത് നിരന്തരം ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ പദ്ധതിക്ക് യാതൊരു ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യവും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നാളിതുവരെയും. അതിനുള്ള വീണ്ടും അങ്ങിലേക്ക് വരാം. LDF പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. കേന്ദ്രം നൽകിയ കുടിവെള്ള പദ്ധതിക്കായി നൽകിയ ഫണ്ട് എന്ന് പറയുന്നു, അതിന്റെ വാസ്തവം എന്താണ്? എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ BJPയുടെ പ്രതിനിധിയും UDFൻ്റെ ആശാസനലും ഒക്കെ സംസാരിക്കുകയുണ്ടായി. ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്, പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഇത്തരത്തിലൊരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഈ ചർച്ച പലപ്പോഴും ജനപ്രതിനിധികൾ ആയിട്ടുള്ളവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാക്പോരായി ആണിതിൻ്റെ തുടക്കം മുതൽ തന്നെ പോകുന്നത്. BJP പ്രതിനിധി പ്രസന്നനിവിടെ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് 147,00,000 രൂപ തന്നു എന്നാണ്. കണക്ക് ഫിഗറിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയാം, കണക്കിൽ അങ്ങനെയൊക്കെ പറയാം. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് തിരുമാറാടി പഞ്ചായത്ത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. 47.55 ലക്ഷം രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ വിഭാവനം ചെയ്തത്. ഏത് പദ്ധതി വിഭാവനം ചെയ്യുമ്പോഴും അത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു വിഹിതം അതിനകത്തുണ്ടാവും, ഇല്ലെന്നത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ പദ്ധതിയുടെ നടത്തിപ്പെന്ന് പറയുന്നത് പ്രധാനമായി സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. ഫണ്ടിൻ്റെ കാര്യം അതാണ്. ഈ 147 ലക്ഷം എന്നുള്ള കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ പദ്ധതി, ആ ഫണ്ട് ഒന്ന് പറഞ്ഞോട്ടെ ആ ഫണ്ട് 1,47 ലക്ഷം എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ട് സെയിമാണല്ലോ. പിന്നെ അതിനെ സംബന്ധിച്ച് ഒബ്ജക്ഷൻ പറയേണ്ട കാര്യമില്ല. പ്രസന്നൻ വേറൊരു വേഴ്സിൽ പറഞ്ഞു, ഞാൻ വേറൊരു വേഴ്സിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും അങ്ങനെയാണ് ഫണ്ടിൻ്റെ ഒരു പൊസിഷൻ. ആ പൈസ വിനിയോഗിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് തിരുമാറാടി പഞ്ചായത്തിൽ എത്രമാത്രം അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ചർച്ചയെങ്കിൽ അതിനകത്ത് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. കാലതാമസം വരാനായി പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാം കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കേണ്ടത്. ആദ്യമേ തന്നെ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു പോയിൻ്റ്, ഇപ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭരണസമിതി മാത്രമാണുള്ളത്. അപ്പോൾ ആ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനം നടത്തേണ്ടത്.
ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ അതിൻ്റെ ടാങ്ക് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഭരണപക്ഷം മുന്നോട്ട് പോയി എന്നല്ല ഞാൻ പറയുന്നത്, ഭരണസമിതി മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരല്പം കാലതാമസം വന്നിട്ടുണ്ട്. ആ കാലതാമസം വരാനുള്ള കാരണം അവിടെ ഉണ്ടായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. 47.57 ലക്ഷം കോടി രൂപ ആ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചപ്പോൾ ആ സബിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഉള്ളത് ഒരു ടാങ്ക് സ്ഥാപിക്കുക എന്നുള്ളതാണ്. 9 ലക്ഷം ലിറ്റർ ഉൾക്കൊള്ളുന്ന ഒരു ടാങ്ക് സ്ഥാപിക്കണം. ആ ടാങ്ക് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ആ പ്രൊജക്റ്റിനകത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ വന്നു. യഥാസമയത്ത് പഞ്ചായത്ത് ഭരണസമിതി അതിനകത്ത് തീരുമാനം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ആ കളക്ടർ തന്നെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി തന്നെ അതിനാവശ്യമായിട്ടുള്ള തുക നീക്കിവെച്ചിട്ടുണ്ട്. ആ ടാങ്ക് കൂടി പൂർത്തീകരിച്ച് തൊട്ടടുത്ത സന്ദർഭത്തിൽ തന്നെ നമുക്കത് ജലവിതരണം പൂർത്തീകരിക്കാൻ കഴിയും. അതിനകത്ത് മനഃപൂർവ്വമായ ഒരു അലംഭാവവും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പൊതുജനങ്ങളുടെ കൂടി സഹായം അതിനകത്തുണ്ടെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഓക്കെ UDF പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. ഭരണപക്ഷം പറഞ്ഞിരിക്കുന്നത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്നു. എങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്ന കാര്യം കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല, മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചിലരെ സഹായിക്കാൻ വേണ്ടി അതിനകത്ത് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില വീടുകളുടെ വ്യൂ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു എന്നും പറയുന്നു. എന്താണ് താങ്കളുടെ നിലപാട്? ഇപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് തിരുമാറാടിയിൽ കോടികളുടെ വികസനം നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ KLDC കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ പാടങ്ങളിൽ ചെലവഴിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണം പറയാം. തിരുനിലം പാടശേഖരം ഏതാണ്ട് 1.25 കോടി രൂപയോളം മുതൽ മുടക്കിയാണ് അവിടെ പാടശേഖരത്തിൽ KLDCയുടെ പ്രവർത്തനം നടന്നത്. ആദ്യത്തെ കൃഷി നടത്താൻ വന്നത് ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നൊരു കർഷകൻ വന്നാണ് കൃഷി നടത്തിയത്. ആ ഒന്നാമത്തെ കൃഷിയോടുകൂടി കൃഷി അവസാനിപ്പിച്ച് ആൾ പോയി. പിന്നെ അവിടെ ഒറ്റ കൃഷി നടന്നിട്ടില്ല, യാതൊരു പ്രവർത്തനവും നടന്നിട്ടില്ല. അവിടുത്തെ കർഷകർക്ക് സ്വന്തം പാടം തിരിച്ചറിയാൻ പോലും മേലാത്ത അവസ്ഥയിലേക്ക്, കാരണം ഉള്ള വരമ്പൊക്കെ ഇടിച്ചു കളഞ്ഞു പെറുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ 1 രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എത്രമാത്രം റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതും കൂടി നോക്കണം. ഇപ്പോൾ ടാഗോർ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യം വന്നു. കോവിഡിൻ്റെ സമയത്ത് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടന്നു. കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു. എല്ലാവരുടെയും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാവരും സഹകരിച്ചാണ് ചെയ്തത്. അന്ന് ആ കോവിഡിൻ്റെ ഐസൊലേഷൻ വാർഡായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി അതിൻ്റെ ജനലുകളൊക്കെ അടച്ചതാണ്. ആ ജനൽ കോവിഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായി. ഇതുവരെ ആ ജനൽ പോലും ഇതുവരെ തുറന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്ത് 2 കൊയ്ത്തുമതി യന്ത്രം കയറ്റിയിട്ടിട്ടുണ്ട്. ആ കൊയ്ത്തുമതി യന്ത്രം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തോടെ പൂട്ടിയിട്ടതാണ്. ഇന്നേ വരെ അതുപോലും അത് തുറന്നിട്ടില്ല. പിന്നെ വീടുകളുണ്ടാക്കുന്നത് കഴിഞ്ഞ 2010-15 ഭരണസമിതിയുടെ കാലത്ത് ലൈഫ് എന്ന് പറയുന്ന പദ്ധതി ഇല്ലായിരുന്നു. അന്ന് IAY ആയിരുന്നു. ആ സമയത്ത് പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് വീടുകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് ഒരു വർഷം ഒരു വാർഡ് മെമ്പർക്ക് ഒരു വീട് വെച്ച് 5 വർഷത്തേക്ക് 5 വീട്, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നൊരു വീട്, അങ്ങനെ ഒരു വാർഡിൽ ഒരു വർഷം 10 വീടുകളോട് കിട്ടുമായിരുന്നു. അത് സംയോജിപ്പിച്ചിട്ടാണ് ലൈഫ് മൊത്തത്തിൽ പഞ്ചായത്ത് ഒരുമിച്ചൊരു ലിസ്റ്റായിട്ട് വന്നു കഴിഞ്ഞത്. അങ്ങനെ വന്നിട്ട് പോലും 90-നടുത്ത് വീടുകളാണ് വന്നത്. ആ കാലത്ത് ഈ പറയുന്ന നമ്മുടെ തൊട്ട് സമീപത്തുള്ള ഈ ടാഗോർ നഗർ കോളനിയും തൊട്ടപ്പുറത്ത് കാക്കൂര് 2 കോളനികളടക്കം ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് 140-ലധികം വീടുകൾ ആ ഇടക്കാലം കൊണ്ടുള്ള ഭരണസമിതിക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഈ ഭരണസമിതി കഴിഞ്ഞ 10 വർഷമായിട്ട് സ്ഥിരം ഭരിക്കുന്നതാണ്. മണ്ണത്തൂരടക്കമുള്ള കോളനികളുണ്ട്. ഇപ്പോഴാണ് അവിടെ പതിയായിട്ട് ഒരു അനക്കം വെച്ചതായിട്ട് അറിയുന്നത്. അങ്ങനെയുള്ള യാതൊരു സംയോജിത പ്രവർത്തനങ്ങളും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല. പിന്നെ വരുന്നത് ഈ ജലജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഭരണസമിതിയിൽ മൊത്തത്തിലുള്ള ഒരു ആശയം വന്നത്, ഈ സംഭവം വന്നപ്പോൾ DPR എന്ന് പറയുന്നൊരു സാധനമുണ്ടല്ലോ, ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ആ DPR പോലും ഇതിന് പദ്ധതി അംഗീകാരം കിട്ടിയ സമയത്ത് പഞ്ചായത്തിൽ ആരും കണ്ടിട്ടില്ല. മെമ്പറും കണ്ടിട്ടില്ല, പ്രസിഡൻറ്റും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ സാധാരണ നമ്മളൊരു പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോൾ ടാങ്ക് എവിടെയെങ്കിലും വെച്ചിട്ടാണല്ലോ വെള്ളം കൊടുക്കുന്നതിന്. 9 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കാണ് അവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ആ ടാങ്ക് വരുന്നതിന് തന്നെ തീരുമാനം വരുന്നതിന് മുമ്പേ എല്ലായിടത്തോടെയും പൈപ്പുകളും കാര്യങ്ങളും ഇട്ടു. അതിനുശേഷം എസ്റ്റിമേറ്റ് പോലും ഇല്ലായിരുന്നു. വെട്ടിമൂട് MVIPയുടെ സ്ഥലത്ത് റോഡിൻ്റെ താഴെ ഒരു സമ്പ് കുഴിച്ചു വെച്ചു. ഇനി അവിടെ ടാങ്ക് വരുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതേസമയം മണ്ഡലമലയിൽ ടാങ്ക് വരുന്നതിന് തടസ്സങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇതേ ഭരണസമിതിയിൽ തന്നെ വേറെ പ്രമേയമെടുത്ത് കോൽക്കുന്ന് മലയിൽ ടാങ്ക് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് പ്രമേയമെടുത്തിരുന്നു. ഞങ്ങൾ പ്രതിപക്ഷമായിട്ടിരുന്ന ആളുകൾ അതിൻ്റെ അകത്ത് 6 പേര് ഞങ്ങൾ അതിനകത്ത് വിയോജനവും കൂടി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകീകൃതമായിട്ടൊരു അഭിപ്രായം പലയിടത്തും വന്നിട്ടില്ല. പ്ലാനിങ്ങിൻ്റെ കുറവ് കൃത്യമുണ്ട്. കുറേ ഉദ്യോഗസ്ഥർ അവരെ തോന്നിയ രീതിയിൽ പോകുമ്പോൾ അതിൻ്റെ അകത്ത് പല രാഷ്ട്രീയ കാര്യങ്ങളും ബന്ധങ്ങളും ഉള്ളതുകൊണ്ടൊക്കെ അതിൻ്റെ അകത്ത് നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ ആശുപത്രി കെട്ടിടത്തിൻ്റെ ഈ തിരുമാറാടി ആശുപത്രി കെട്ടിടത്തിൻ്റെ പൈസ അനുവദിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ്.
ഈ സമയത്ത് തന്നെയാണ് എലഞ്ഞി പഞ്ചായത്തിൽ അവിടുത്തെ FHCക്ക് പൈസ അനുവദിച്ചത്. അവർ 2 വർഷം കൊണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തന്നെ ആ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. തിരുമാറാടിയിൽ ഈ കെട്ടിടം തെക്കോട്ട് പണിയണോ വടക്കോട്ട് പണിയണോ പടിഞ്ഞാട്ട് പണിയണോ എന്നിരുന്ന് കൊല്ലം 4-5 ഇരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് അവസാനം അതൊന്നുമല്ലാത്ത രീതിയിലേക്ക് അവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ MLAയുടെ അടക്കമുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം ഇപ്പം മണ്ണത്തൂർ സ്കൂളാണെങ്കിലും തിരുമാറാടി സ്കൂളാണെങ്കിലും എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇഷ്ടംപോലെ ഫണ്ടുകൾ ഈ പറയുന്ന സ്ഥാപനങ്ങളിലേക്കെല്ലാം വന്നിട്ടുണ്ട്. സ്കൂളുകളിൽ ഓഡിറ്റോറിയം പണിയുന്നതിന്, സ്കൂളിൽ ചുറ്റുമതിൽ പണിയുന്നതിന്, പ്രദേശങ്ങളിൽ ഓപ്പൺ ജിമ്മുകൾ അനുവദിക്കുന്നതിന് ഉൾപ്പെടെ ഹൈമാസ് ലൈറ്റുകൾ അനുവദിക്കുന്ന ഉൾപ്പെടെ MLA വേണ്ട സഹായങ്ങൾ ചില സമയത്ത് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പറയട്ടെ, അതിന് മറുപടി കൃത്യമായിട്ട് പറയാം. ഓക്കെ എങ്കിൽ വീണ്ടും വരികയാണ്. കാർഷിക മേഖലയിൽ കോടിക്കണക്കിന് രൂപ മുടക്കിയെങ്കിലും വ്യക്തമായൊരു ഫലം കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണം. എന്താണ് പറയുന്നത്? അത് വസ്തുതാവിരുദ്ധമാണ്. തിരുമാറാടി പഞ്ചായത്തിലെ നെൽകൃഷി കേന്ദ്രങ്ങളിൽ വിവിധ പാടശേഖരങ്ങൾ മണ്ണത്തൂർ പടിഞ്ഞാറ്, ഒലിയപ്പുറം വടക്ക് തുടങ്ങിയവ 2006-2011 കാലഘട്ടത്തിൽ മുല്ലക്കരത്നാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ പദ്ധതി അനുവദിച്ചതാണ്. അതിനുശേഷം മണ്ണത്തൂർ കിഴക്ക്, ഒലിയപ്പുറം തെക്ക്, തിരുമാറാടി പുഞ്ച, വാളിയപ്പാടം, കാക്കൂർ, തിരുനെല അടക്കം പഴയ സ്ഥിതിയിൽ നിന്ന് തുടരുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അതിനകത്ത് തിരുനെലത്തെ സംബന്ധിച്ചിടത്തോളം 3 വട്ടം കൃഷി ചെയ്തു. ആരേറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിലും സ്വാഭാവികമായും അത് പൂർണ്ണമായി കൃഷി ചെയ്യുന്നുള്ള എല്ലാവിധ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ലാഭകരമായിരുന്നു. 3 വർഷക്കാലം സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കൂടി സഹായത്തോടെ ലാഭകരമായി കൃഷി ചെയ്തതിന് ശേഷം ഈ കൃഷിക്കാർ ഇതെല്ലാം പാടശേഖര സമിതി കൂടി തീരുമാനത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പ്രധാന കാര്യം മണ്ഡലം മലയിലെ ടാങ്കിനെ സംബന്ധിച്ചാണ്. ഇവിടെ ശ്രീ അനിൽചെറിയാൻ വളരെ വ്യക്തമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് നമ്മുടെ MLA അടക്കമുള്ള ഇവിടെ നിൽക്കുന്ന UDF പ്രതിനിധികൾ അടക്കമുള്ളവർ ആ പദ്ധതി നടപ്പിലാകുന്നതിന് ഇപ്പോഴുള്ള തടസ്സം എന്താണ്? അതിന്മേലുള്ള ഫയൽ എവിടെയാണ്? അവർക്കാർക്കെങ്കിലും ഇപ്പോൾ പറയാൻ പറ്റുമോ ആ ഫയൽ എവിടെയാണ്? തീർച്ചയായിട്ടും MLAക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്തമില്ലേ? ഈ കാര്യത്തിൽ UDF പ്രതിനിധികൾക്ക് ഉത്തരവാദിത്തമില്ലേ? എവിടെയാണ് ഇന്ന് ഈ ഫയൽ? ഇതിന്റെ ഫയൽ ആവശ്യപ്പെട്ടിരുന്നോ? അതെ, മറുപടി നിരന്തരമായി ഈ കാര്യത്തിൽ നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ മാത്രമായി ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയില്ല. നിയമസഭയിൽ ചോദ്യം ചോദിക്കുകയല്ല അവർ MLAയുടെ ചുമതല. ഇന്ന് ആ ഫയൽ എവിടെയാണ്? ഞങ്ങൾ തിരുമാറാടി നേരിട്ട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നിരവധി പ്രാവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിച്ചത് യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ആ ഫയൽ എവിടെയാണ്? പ്രിയപ്പെട്ടവർ, അത് സംബന്ധിച്ചുള്ള ഇന്നലത്തെ പേപ്പറാണ്. ഞങ്ങൾ ഓരോ ദിവസവും ഇത് സംബന്ധിച്ചുള്ള നിരവധിയായ പ്രാവശ്യങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ഇടപെടലുകൾ നടത്തിയ പൂർണ്ണമായ രേഖകൾ, ആ രേഖകളിൽ ഇടപെടുന്നതിന് യാതൊരു വിധത്തിൽ എവിടെയാണ്? വെറുതെ നമ്മൾ വർത്തമാനം പറഞ്ഞാൽ മതിയോ? വാട്സപ്പ് ഗ്രൂപ്പിലിരുന്ന് അതിന്മേൽ വിമർശനം പറഞ്ഞാൽ മതിയോ? 90% പണികൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ജൽ ജീവൻ മിഷൻ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ശ്രീ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ റോഷി അഗസ്റ്റിൻ പ്രത്യേകമായി താല്പര്യമെടുത്ത് ഞങ്ങൾ ഉറപ്പ് പറയുന്നു, അടുത്ത പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് തിരുമാറാടി പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം കൊടുക്കുന്ന സംവിധാനം ഒരുക്കിക്കൊണ്ട് ജൽ ജീവൻ മിഷന്റെ 45 കോടി രൂപ, 1 കോടിയല്ല 45-ൽ പരം കോടി രൂപ ചെലവുള്ള സമഗ്ര തിരുമാറാടി കുടിവെള്ള വിതരണ പദ്ധതി തിരുമാറാടി നടപ്പിലാക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ MLA ആണെങ്കിൽ എന്ത് ചെയ്യും? MLA അതിനൊപ്പം തന്നെ ഞങ്ങൾ ഇക്കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് സംബന്ധിച്ചുള്ള രേഖകളാണ്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. MLAയോട് പരാതിപ്പെട്ടിരുന്നു, കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു, MLA നടപടി എടുത്തിട്ടില്ല. 2022 ഈ ടാങ്കുമായിട്ട് മണ്ഡലമലയിൽ ടാങ്ക് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവിടെ 20 സെൻറ്റ് സ്ഥലം ഈ പറയുന്ന ടാങ്ക് പണിയുന്നതിന് വേണ്ടി അക്വയർ ചെയ്യാനും നിരവധിയായ നടപടികൾ വന്നിട്ട് അവസാനം കോടതി കളക്ടർക്ക് പോലും നിർദ്ദേശം കൊടുത്തു ഈ 20 സെൻറ്റ് സ്ഥലം അക്വയർ ചെയ്യാൻ. ആ അക്വയർ ചെയ്യാനായിട്ട് റവന്യൂ വകുപ്പ് ഭരിക്കുന്ന ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡൻറ്റ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഞാൻ അറിഞ്ഞത് റവന്യൂ B എന്നുള്ളൊരു വകുപ്പിൽ അത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനുവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കടലാസ് അവിടെയാണ് കിടക്കുന്നതാണ് അറിഞ്ഞത്. ഇനിയിപ്പോൾ അത് ഒരാഴ്ചക്കകം ഈ സംഭവം റിലീസായോ എന്ന് എനിക്കറിയില്ല, കാരണം ലാസ്റ്റ് മിനിറ്റ് പലതും നടക്കുമല്ലോ. ഇപ്പോൾ പല വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്, പലത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിന് 3 വർഷമായി 20 സെൻറ്റ് സ്ഥലം അക്വയർ ചെയ്യാൻ റവന്യൂ വകുപ്പിൻ്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആ മണ്ഡലം മലയിൽ ആ ടാങ്ക് വന്ന്, അതായത് 9 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക്, അവിടെ ഒരു ടാങ്ക് വന്നാൽ ചുറ്റുവട്ടത്ത് ഒരു പാറമട ലോബി ഒരുപാട് സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പാറ പൊട്ടിച്ചാൽ ഈ പറയുന്ന ടാങ്കിന് കോട്ടം തട്ടും. അവിടെ ഒരു അനുവാദവും അതിനായിട്ട് കിട്ടൂല ഈ പാറമടയ്ക്ക്. അതുകൊണ്ട് തന്നെ ഈ 3 വർഷമായിട്ട് ഈ പാറമടകൾക്കുള്ള ലൈസൻസിനുള്ള സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി അനുവാദം കൊടുത്തിട്ടുണ്ട്. ഭരിക്കുന്ന ഭരണസമിതി അനുവാദമില്ലാതെ എങ്ങനെ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. ഒരു പാറമട ലോബിയെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ
ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൈകടത്തലുകൾ നടത്തിയിട്ടില്ലേ? ഈ ജനപ്രതിനിധികളായിട്ടുള്ളവർ പറയുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം പാറമടയ്ക്ക് സെക്രട്ടറി എന്ത് അനുവാദം കൊടുത്തു എന്ന് പറയണം. ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ പാറമടയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വിശദമായിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴ തീർത്തു എന്നാണല്ലോ പറയണേ. ഇതിപ്പോൾ ഏതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വേർഡുള്ള ചില കാര്യങ്ങൾ ആശയമൊക്കെ കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഗ്ദാനങ്ങൾ ഓരോന്നും പറയാൻ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് 65 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്ത വാഗ്ദാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനകത്ത് കോൺഗ്രസ്സുകാർ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നുള്ള നിലയ്ക്ക് തിരുമാറാടി പഞ്ചായത്തിനെ മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോൾ ആശയുടെയൊക്കെ ഏജ് ഗ്രൂപ്പിൽ വരുന്ന 35 മുതൽ 60 വരെ വയസ്സുള്ളവർക്ക് ഇപ്പോൾ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുക. 35 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് കിട്ടുന്നത്. 35 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് കിട്ടാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. കണക്റ്റിംഗ് ടു ജോബ് എന്നാണ്. ജില്ലാ പഞ്ചായത്ത് കുറേയേറെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് കപട വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടല്ല ഞങ്ങൾ പോകുന്നത്. ചോദ്യത്തിലേക്ക് ഒന്നുകൂടെ വരികയാണ്. ആ പാറമടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ കുടിവെള്ള പദ്ധതി വന്നു കഴിഞ്ഞാൽ പാറമടയ്ക്ക് എതിരാകും, പാറമട പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായിരിക്കും മുന്നോട്ടുള്ള കാഴ്ചപ്പാട്? ഇദ്ദേഹം പറയുന്നു അടുത്ത ഭരണസമിതി എത്തുമ്പോഴത്തേക്കും ഇത് പൂർത്തീകരിച്ചിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ പാറമട മറുവശത്ത് കിടപ്പുണ്ട്. പാറമട പ്രൊവസ് കിടക്കുന്നില്ല, പാറ പൊട്ടിക്കാൻ സൗകര്യമുള്ള ഭൂമി കിടക്കുന്നു. ആ ഭൂമിക്ക് ലൈസൻസ് കൊടുത്തിട്ടില്ല. ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു പേപ്പറും പഞ്ചായത്ത് ഭരണസമിതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, റവന്യൂവിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഏതായാലും ടാങ്കിന്റെ കാര്യം അവസാനം ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ് കിട്ടണമെങ്കിൽ വേണ്ടിയിരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു അനുവാദമാണ്. ആ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുവാദം 14/10 കൊടുത്തിട്ടുണ്ട്. ആ അനുവാദത്തിന് വേണ്ടി 2023 തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്തുണ്ട്, ഡോക്യുമെന്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഈ ഡോക്യുമെന്റ്സ് എടുത്തൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട്. പഞ്ചായത്ത് ഭരണസമിതി അതിന്റെ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറി തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂവിന്റെ അപ്രൂവൽ കൂടി കിട്ടിയാൽ ഈ 9 ലക്ഷം ലിറ്റർ കൊള്ളുന്ന ടാങ്ക് അവിടെ തന്നെ വരും. പിന്നെ അതിന്റെ അടുത്തൊരു സ്ഥലം നോക്കിയെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളെ സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ അതൊക്കെ നോക്കിയിട്ടുണ്ടാവും. വസ്തുതകൾ നിഷേധിച്ചുകൊണ്ട് നമുക്ക് ആർക്കും പോകാൻ പറ്റില്ല. ഫൈനലായി എത്തി നിൽക്കുന്നത് ഇവിടെ തന്നെയാണ്. ആ ടാങ്ക് അവിടെ സ്ഥാപിതാകും. അതിനുവേണ്ടിയുള്ള അനുവാദം റവന്യൂ വകുപ്പിന്റെ ഉടനടി ലഭ്യമാക്കും. നമ്മൾ പൊതുജനങ്ങളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരമാണ്. ആരോടാണ് ചോദ്യം? ചോദ്യം ഭരണപക്ഷത്തിനോട് തന്നെയാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഇവിടെ നമ്മളിവിടെ പറഞ്ഞു കേട്ടതുപോലെ മണ്ഡലം മലയിൽ സ്ഥാപിക്കാൻ പോകുന്ന DPRൽ അനുശാസിക്കുന്ന രീതിയിൽ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയ, അതായത് വാട്ടർ അതോറിറ്റി കണ്ടെത്തിയ സ്ഥലമാണ് മണ്ഡലം മലയിൽ ഉയർന്ന പ്രദേശത്ത് ടാങ്ക് സ്ഥാപിക്കുക എന്നുള്ളത്. അവിടെ ഈ പറഞ്ഞ 20 സെൻറ്റ് പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലതാമസം ഉണ്ടായി. അവരത് മാറ്റി, അതായത് സബിൻ്റെ അങ്ങോട്ട് സ്ഥാപിക്കാനായിട്ട് കനാലിൻ്റെ സൈഡിൽ സ്ഥലം കണ്ടെത്തി. മണ്ഡലം മല സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ സമിതി, അതിൻ്റെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന അജി എബ്രഹാം മഞ്ഞക്കടമ്പിൽ, പുള്ളി കൊണ്ടുപോയി ഒരു കേസ് കൊടുത്തു. ആ കേസിൻ്റെ പിൻബലമില്ലായിരുന്നെങ്കിൽ ഇപ്പം മണ്ഡലം മലയിൽ ആ ടാങ്ക് സ്ഥാപിക്കാൻ കഴിയുകയില്ലായിരുന്നു. കാരണം ആ കേസോ ഇവർ ഈ ഇടയ്ക്കായിട്ട് ചെയ്തൊരു കാര്യമാണ്. കോൽക്കുന്ന് മലയിലേക്ക് ഏതാണ് മാറ്റി സ്ഥാപിക്കാനാണോ? അരിതുറ മലയിലേക്ക് മാറ്റി സ്ഥാപിക്കാനായിട്ട് ഇവരൊരു ഇത് എന്താണ് അതിന്റെ പിന്നിലൊരു പിന്നിലെ ഇവരുടെ ചേതോവിഹാരം എന്ന് പറഞ്ഞാൽ അത് ഈ പാറമട ലോബിയായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 4ഓളം കേസിന്റെ വിധിയായിട്ടുണ്ട്. ഇതെല്ലാം മണ്ഡലം മലയിൽ തന്നെ ടാങ്ക് സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കേസിന്റെ പിൻബലം ഇല്ലായിരുന്നെങ്കിൽ കുടിവെള്ളം നാട്ടുകാരെ വന്ന് മുക്കിക്കൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നേനെ. അതാണ് നമ്മുടെ ഭരണസമിതിയോടാണ് ആ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വാട്ടർ ടാങ്ക് മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള തീരുമാനമെടുക്കുന്നു. അവിടെ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവർ കേസ് കൊടുത്തതിൻ്റെ ഫലമായി തന്നെയാണ് വീണ്ടും അവിടെ വാട്ടർ ടാങ്ക് വരാൻ എന്ന് പറയുന്നു. അതിനകത്ത് വലിയൊരു ആരോപണം കൂടിയുണ്ട്. മുമ്പേ നമ്മൾ കടന്നുപോയ വിഷയം തന്നെയാണ്. ആ പാറമട ലോബിയെ സഹായിക്കാൻ കൂടിയാണ് അവിടുന്ന് മാറ്റാനായിട്ട് നിങ്ങൾ ചിന്തിച്ചത് എന്നുള്ളത്. അതൊരു ശരിയല്ലാത്ത ആക്ഷേപമാണ്. കേസുകൾ നിലവിലുണ്ടോ? കേസുകളുണ്ടായിരുന്നു. ആ കേസുകൾ ഉള്ളപ്പോൾ തന്നെ ഇതിന്മേൽ പഞ്ചായത്ത് ഭരണസമിതി തുടക്കം മുതൽ ഇവിടെ സൂചിപ്പിച്ച 45 കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടുവന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ മുൻകൈയിലാണ്. അത് നടപ്പിലാക്കുക എന്നുള്ളത് ഞങ്ങളുടെ
ആവശ്യമാണ്, ഞങ്ങളുടെ താല്പര്യമാണ്. മാറ്റാനുള്ള തീരുമാനം ഒരു കാരണവശാൽ എന്നാൽ ഇത് ഒരു സ്ഥലം മാത്രമല്ല നോക്കിയത്. തിരുമാറാടി പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന മേഖലകളെല്ലാം നോക്കിയതിന് ശേഷമാണ്, ഞങ്ങൾ തീരുമാനിച്ചതല്ല. ജൽജീവൻ മിഷൻ്റെ വളരെ ഉന്നതാധികാര സമിതിയാണ് അവർ ഗൂഗിൾ മാപ്പിങ്ങിലൂടെ തിരുമാറാടി സമഗ്ര കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഏറ്റവും ഉചിതമായ സ്ഥലം മണ്ഡലം മലയാണ് എന്ന് തീരുമാനിച്ചത്. ബഹുമാനം നമ്മുടെ കളക്ടർ ഇവിടെ നേരിട്ട് വന്നു. അങ്ങനെ ഒരു ജില്ലാ കളക്ടർ നേരിട്ട് വന്ന് ഈ സ്ഥലം അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു പൊളിറ്റിക്കൽ ഇടപെടലില്ലേ? മാറ്റാനായിട്ട് ശ്രമിച്ചോ എന്നുള്ളതാണ് ചോദ്യം. അതിനകത്ത് പല പ്രപ്പോസൽ ആലോചിച്ചിട്ടുണ്ട്. ഒരു മലയല്ല, ഈ തിരുമാറാടി പഞ്ചായത്തിലെ വിവിധ മലകൾ തീർച്ചയായിട്ടും പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ആ മലകളിലെല്ലാം ഞങ്ങളല്ല തീരുമാനമെടുക്കുന്നത്. അത് തീരുമാനമെടുക്കേണ്ടത് ജൽജീവൻ മിഷൻ്റെ ഉന്നത സമിതിയാണ്. ടെക്നിക്കൽ നോഹവ് അറിയാവുന്ന ആളുകളാണ്. അവരാണ് പറഞ്ഞത് ഇത് മണ്ഡലം മലയിലാണ് ആവശ്യമാണ്. പിന്നെ എന്നാൽ അതേസമയം തന്നെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി നിരവധിയായ കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ. ഇപ്പോൾ കാരക്കാട്ട് മലയിൽ ഒരു സ്വാമി വന്ന് മണ്ണെടുത്തു. ഞങ്ങളെടുത്ത സമീപനം എന്താ? ഞങ്ങളവിടെ പോയി അതിന്മേൽ അത് സ്റ്റേ ചെയ്യുന്നതിനുള്ള നടപടിയാണ് പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം സ്വീകരിച്ചത്. അവിടെ ആടുകുഴി പാറമടയിൽ അവിടെ പാറമട തുടങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഞങ്ങളെടുത്ത സമീപനം എന്താ? പാറമട അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത്. കോടതി പോയി അവർ അതേ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരും ഇന്നലെ സ്വീകരിച്ചിട്ടുള്ളത്. മണ്ഡലം മലയിൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഇവിടെ പറഞ്ഞല്ലോ റവന്യൂ വകുപ്പാണ് ഇക്കാര്യത്തിൽ തീരുമാനം. കഴിഞ്ഞ 7/11 റവന്യൂ വകുപ്പിലേക്ക് റവന്യൂ ബി ഓർഡറിന് വേണ്ടിയുള്ള അതുവരെ LSCD ഇതിന്മേൽ ഞാൻ പറഞ്ഞത് ഇതിന്മേൽ ആരാണെന്ന് ഇതിന്മേൽ എവിടെയാണ് ഫയൽ എന്നറിയാവുന്നവരാരുണ്ട്. ഞങ്ങൾ മാത്രമാണ്, തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഇക്കാര്യത്തിൽ നിരന്തരമായി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം ആരോടാണ്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide.
കൊടികളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. തിരുമാറാടി പഞ്ചായത്തിൽ KLDC പദ്ധതി പ്രകാരം തിരുമാറാടി പുഞ്ചയിലോ ഈ പറഞ്ഞ പദ്ധതി കാക്കൂര് 3 പ്രാവശ്യവും കൃഷി ചെയ്തു എന്ന് പറഞ്ഞു. കാക്കൂര് ഒരു പ്രാവശ്യം അല്ലാതെ ഒരു പ്രാവശ്യം ചെയ്തെന്ന് ആര് ചെയ്തു എന്നും അത് KLDC ചെയർമാന് വേണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കുട്ടനാടിൽ നിന്ന് വന്ന് ചെയ്ത ആളല്ലാതെ ഒരു പ്രാവശ്യം അവിടെ ചെയ്തതായിട്ട് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലുള്ള ആർക്കും അറിയത്തില്ല. 2-3 പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞത്. തിരുമാറാടി പുഞ്ചയിൽ 1 ഏക്കറെങ്കിലും ആ പദ്ധതിയുടെ പേരിൽ പുതിയതായിട്ട് 1 ഏക്കറെങ്കിലും കൃഷി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കണ്ടം, ഇപ്പം ഇവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ എല്ലാവരുടെയും പേരറിയാവുന്ന ആൾക്കാരാണ്, ആരുടെയെങ്കിലും ഒരാളുടെ കണ്ടം ഈ തിരുമാറാടി പുഞ്ചയിൽ KLDCയുടെ വർക്ക് പ്രകാരം ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ അംഗീകരിക്കും. കൃഷിക്ക് വേണ്ടി പല വാഗ്ദാനങ്ങളും വർക്കുകളും ചെയ്തു എന്ന് പറഞ്ഞു. ഇപ്പോൾ കീഴ്ച്ചിറ ഇവിടെ തിരുമാറാടി കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 25 ലക്ഷം രൂപ മുടക്കി ചെയ്ത വർക്കാണ്. അത് 3 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വശം ഇടിഞ്ഞുപോയി. അതിന് 3 പ്രാവശ്യം ഞാൻ തന്നെ ആ പാടശേഖര സമിതിയുടെ പ്രസിഡൻ്റാണ്. അവിടെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് പഞ്ചായത്തിൽ അത് നന്നാക്കി തരാനുള്ള നടപടി ആ കോൺട്രാക്ടറുടെ ഗ്യാരണ്ടി പീരീഡിൽ നടന്ന വർക്കാണ്. ആ വർക്കിൽ ചെയ്തു തരണമെന്ന് പഞ്ചായത്തിൽ 3 പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടും അതിനൊരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം ഈ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ പലകയും മറ്റു കാര്യങ്ങളും വെച്ച് തൽക്കാലത്തേക്ക് കൃഷി ചെയ്തു. ഈ വർഷം ചെയ്തിട്ടും വെള്ളം കയറി പോരാനുള്ള നിർവാഹമില്ലാതെ ഞങ്ങളവിടെ കണ്ട തടിയും കാഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും ഇട്ടു. ഇപ്പം നിങ്ങൾക്ക് പോയി നോക്കാവുന്ന സാഹചര്യമാണ്. അത് നോക്കാവുന്ന കാര്യമാണ്. അത് ചെയ്ത് പകുതി പേർക്ക് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ മുടക്കുറ്റി പാടശേഖരം ഈ തവണ കൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഈ പല വർക്കുകളും ഇവരുടെ KLDCയുടെ ചെയർമാൻ ഈ വർക്കിൻ്റെ ഇപ്പം എടമറ്റത്തിൽ ഒരു സൈഡ് കെട്ട് ഇപ്പോൾ 48 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത വർക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുമാറാടി പഞ്ചായത്തിൽ നിന്ന് എയിനെ കൊണ്ട് അവർക്ക് 118 മീറ്റർ സൈഡ് കെട്ടാനുണ്ടായിരുന്നു. അപ്പുറം ഇപ്പുറം മുകളിലേക്കുള്ള ഭാഗങ്ങളെല്ലാം കെട്ടി തീർത്തതായിരുന്നു. അപ്പോൾ അവിടെ ഈ എല്ലാ വർഷവും ബണ്ട് പൊട്ടിയിട്ട് ഈ താഴത്തെ പുത്തഞ്ചിറ വരെ നമ്മുടെ താഴേക്ക് ഒഴുകി വരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പൈസ അനുവദിക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിലും ഇവിടെയെല്ലാം പല അപേക്ഷകളും നൽകി. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയ അപേക്ഷയുടെ പ്രകാരം അവിടെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 10,37,000 രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത ഒരു വർക്ക് KLDC ചെയ്ത വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 48 ലക്ഷം രൂപയായി. എന്നിട്ടും അത് പൂർണ്ണ തോതിൽ ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ അത് വടിഞ്ഞൊഴുകി ആ കെട്ട് തള്ളിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ളവർക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. ഈ വർക്കുകൾ പാടശേഖരം അന്നേരം ചെയ്യാൻ വരുമ്പോൾ പാടശേഖര സമിതികളുമായിട്ട് ആലോചിക്കുകയോ അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യാറില്ല. ഈ ഒറ്റ തിരുമാറാടി പുഞ്ച ചെയ്യുന്ന സമയത്ത് അന്ന് പാടശേഖര സമിതിയുടെ ഒരു മീറ്റിംഗ് തിരുമാറാടി പഞ്ചായത്തിൽ വിളിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ എല്ലാ പാടശേഖര സമിതികളിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളന്ന് അവരോട് പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ ഇത് താഴേക്കല്ല ചെയ്യേണ്ടത്, ഈ തിരുമാറാടി പഞ്ചായത്തിൻ്റെ താഴേക്ക് ചെയ്യുന്നതിന് പകരം അത് വാളിയപ്പാടം നമ്മുടെ സബ് സ്റ്റേഷൻ്റെ താഴേക്കുള്ള ആ ചാട് താത്തി വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പാടവും ഇവിടുത്തെ പാടവും കൃഷി ചെയ്യാൻ സാധിക്കുമെന്നും അവരെ കാണിച്ചു കൊടുത്ത് എസ്റ്റിമേറ്റ് എടുപ്പിച്ചാണ്. വർക്ക് താഴേക്കായി പോയി. ശരി, അതിനുള്ള ഒരു മറുപടി
കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായിട്ടുള്ളവർക്ക് പ്രയോജനം ലഭിച്ചിട്ടില്ല. 2006-2011 കാലഘട്ടത്തിലാണ് തിരുമാറാടി പഞ്ചായത്തിലെ KLDCയുടെ പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിനുശേഷമായ 5 വർഷക്കാലം ഇവിടെ UDF ഭരണമായിരുന്നു. 2017 നവംബർ മാസം 30 KLDC ചെയർമാൻ തിരുമാറാടിയിലെ പാടശേഖരങ്ങൾ സന്ദർശിക്കുന്നത് വരെയുള്ള 5 വർഷക്കാലം 5 രൂപ തിരുമാറാടിയിലെ പാടശേഖരങ്ങൾക്ക് UDF ഭരണകാലത്ത് ചെലവഴിച്ചിട്ടുള്ളൂ. പറയാമോ? പറഞ്ഞത് അപ്രകാരം യാതൊരുവിധ വികസന പ്രവർത്തനവും നടത്താതെ തിരുമാറാടി പുഞ്ചയിലെ കാര്യം എന്താ? തിരുമാറാടി ഇവിടെ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു പാടശേഖര സമിതിക്കാരുമായിട്ട് ആലോചിച്ചില്ലെന്ന്, പിന്നീട് പറഞ്ഞു പാടശേഖര സമിതിക്കാരോട് ആലോചിച്ചെന്ന്. പാടശേഖര സമിതിക്കാരെന്താ പറഞ്ഞേ? തിരുമാറാടി പുഞ്ചയിൽ ഇപ്പോൾ ചെയ്യേണ്ടതില്ല. കാരണം എന്താ? പലരുടെ കൈവശമിരിക്കുന്ന കൈയേറ്റ ഭൂമികൾ തിരിച്ചു പിടിക്കേണ്ടി വരും. അത് വന്ന ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു തിരുമാറാടി പുഞ്ചയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതില്ല. ഇവരെന്താ ചെയ്യുന്ന പണി? ഇവർ സിബി ഇവിടെ പറഞ്ഞു, സിബി പാടശേഖര സമിതിയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുക്കാവുന്ന മുഴുവൻ വിജിലൻസ് അന്വേഷണങ്ങൾക്ക് പരാതി കൊടുക്കുക. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി എടമറ്റം ചിറയുടെ കാര്യത്തിൽ തിരുമാറാടി എടപ്ര ക്ഷേത്രത്തിന് കുളം നിർമ്മിച്ചതിന് വേണ്ടിയുള്ളതിന് അതിനകത്ത് അങ്ങനെ വിജിലൻസ് അന്വേഷണങ്ങൾ കൊടുക്കുകയല്ലാതെ നായാ പൈസയുടെ കാര്യത്തിൽ ഇക്കാര്യത്തിൽ നായാ പൈസ കൊണ്ടുവരുന്നതിന് 5 വർഷക്കാലം ഭരിച്ച മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് ഇരിപ്പുണ്ട്. പ്രസിഡന്റ് അദ്ദേഹം പറയട്ടെ, അവിടെ പ്രയോജനമുണ്ടോ? ഇടമറ്റം പാടശേഖരത്തിൽ കെട്ടിയതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയട്ടെ. ഇതെല്ലാം ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയല്ല, ഇതെല്ലാം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. കൃഷിക്കാർക്ക് പ്രയോജനം ഉണ്ടായി. പക്ഷെ അവിടെ പറയുന്നു പ്രയോജനം ഉണ്ടായില്ല എന്ന് പറയുന്നു. ചേട്ടൻ പറ. UDFന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചു. മറ്റേ ഈ പൈസ മുടക്കിയിട്ട് കൃഷിക്കാർക്ക് ഉപയോഗം ചെയ്തില്ല എന്ന് പറഞ്ഞു. ഈ ഒരിയപ്പുറത്ത് 2005 മുതൽ 2011 വരെ ഭരിച്ച LDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അവിടെ KLDCയുടെ വർക്ക് നടത്തുന്നത്. ഇന്ന് ചെന്ന് നോക്ക്, ആ പാടം പൂർണ്ണമായി കൃഷി ചെയ്യുവാണ്. പൂർണ്ണമായി ഒരു സെൻറ്റ് ഭൂമി പോലും അവിടെ ഇല്ല കൃഷി ചെയ്യാത്തത്. അതിനുശേഷം വന്ന അതിന് മുമ്പും അതിന് ശേഷവും വന്ന അനൂപ് ജേക്കബ് അടക്കം ഈ TN ജേക്കബ് അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഈ പാടം ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. 10 പൈസ അതിന് വേണ്ടിയിട്ട് മുടക്കിയിട്ടില്ല. ആ കൃഷിക്ക് വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുക. അതിനുശേഷം വടകര പാടശേഖരം, വടകര ഹൈസ്കൂളിൻ്റെ അവിടുന്ന് മാളിയത്താഴം വരെയുള്ള പാടശേഖരം കോടിക്കണക്കിന് രൂപ മുടക്കി അത് ചെയ്ത് 2 വർഷം അത് കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ കൃഷി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിയപ്പാടം തോട്ടിൽ വെള്ളം കെട്ടി നിൽക്കണ കണ്ട് മുഴുവൻ വെള്ളം ഇറക്കാൻ പറ്റില്ല. ഇപ്പം അതിൻ്റെ ഭാഗമായി വാളിയപ്പാടം ഇതിവിടെ പോകുന്ന മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയും. ആ വാളിയപ്പാടം പാടശേഖരം പൂർണ്ണമായി വാളിയപ്പാടം തോട് നന്നായി താത്തി വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അവിടെ അടുത്ത കൃഷി നല്ല സുഗമമായി നടക്കും എന്നുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നമില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ഞാൻ തിരുമാറാടിയിലെ 9ാം വാർഡിലെ വടക്കമ്പാടം പാടശേഖര സമിതിയിലെ സെക്രട്ടറിയാണ്. സിബി ജോസഫ് വെച്ച ആരോപണം തികച്ചും തെറ്റാണ് എന്നുള്ള തെറ്റാണെന്നുള്ള അഭിപ്രായം ഈ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ പൊതുവെ കൃഷിക്കാരും അതുപോലെ തന്നെ നമ്മുടെ തിരുമാറാടി പഞ്ചായത്തിലെയും ഭരണസമിതികളും നമ്മുടെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ മറക്കാൻ മേലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇവിടെ യാതൊരു വിഷയമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-25-30 ഏക്കർ സ്ഥലത്ത് കൃഷി നശിച്ചുകൊണ്ടിരുന്ന ഇടമറ്റം ചിറയുടെ ബണ്ട് റോഡ് തോടിൻ്റെ ബണ്ട് 48 ലക്ഷം രൂപയ്ക്ക് അനുവദിപ്പിക്കുകയും അത് KLDCയുടെ ഫണ്ട് ഉപയോഗിച്ച് അത് കെട്ടുകയും അത് ഇപ്പോൾ 30 ഏക്കറോളം സ്ഥലം നെൽകൃഷിക്ക് കൃഷിയോഗ്യമാവുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുത്തൻചിറ 10-20 ലക്ഷം രൂപ കൊടുത്ത് ചിറ യോഗ്യമല്ല, പാടത്തേക്ക് വെള്ളം കെട്ടി കയറാൻ ചിറയില്ലാതിരുന്നപ്പോൾ 15-20 ലക്ഷം രൂപ മുടക്കി ആ ചിറ പാലം പണിയുകയും അതുപോലെ തന്നെ ഇപ്പോൾ തട്ടക്കാട് ചിറയുടെ 32 ലക്ഷം രൂപയുടെ മുടക്കി ആ പാലം പണിതുകൊണ്ടും ഇരിക്കുകയാണ്. എനിക്ക് ഇത് ഈ കൂട്ടത്തിൽ പറഞ്ഞു പോകാനുള്ളത്, നമ്മുടെ ഈ പോരാട്ടത്തിൽ ഈ സംവാദത്തിൽ ഈ UDFനോടും അതുപോലെ തന്നെ BJPക്കാരോടും ചോദിക്കാനുള്ളത് 2057 മുതൽ 2025 വരെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റും അതുപോലെ തന്നെ UDF ഗവൺമെൻറ്റും ഈ നാട്ടിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മതിക്കാൻ അല്ലെങ്കിൽ പോരാട്ടത്തിൽ സംവദിക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് അഭിപ്രായം. ഈ 2025 ഈ പിണറായി ഗവൺമെൻറ് 10 വർഷക്കാലം ഈ ഭരണം ഏറ്റെടുത്തപ്പോൾ ഈ കേരളത്തിൽ വികസിത രാജ്യത്തെ കഴിഞ്ഞും ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ കേരളം എത്തിപ്പെടാൻ നമ്മുടെ ജനങ്ങളെ
കൈകളിൽ അവരുടെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും യുഡിഎഫിനേക്കാൾ ഏറ്റവും മികച്ച പ്രവർത്തനം എൽഡിഎഫിന് നടത്താൻ സാധിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞു, നമ്മളിപ്പോ ഇവിടെ കൂടിയിരിക്കാൻ ഈ അധികാര വികേന്ദ്രീകരണം ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ നമ്മൾ സംവദിക്കാനും അതുപോലെ തന്നെ കൂടാനുള്ളൊരു അവസരം ഉണ്ടായത് ഇടതുപക്ഷം മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായ അധികാര വികേന്ദ്രീകരണം ഇടതുപക്ഷം നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് 40% ഫണ്ട് ഗവൺമെന്റ് നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്ക് അനുവദിക്കുകയും അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് കൂടിയിരുന്ന് പഞ്ചായത്തിൽ എന്ത് വികസനം നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും കൊടുത്തത് ഈ ഇടതുപക്ഷ ഗവൺമെന്റാണ്. ഈ സാധാരണ ജനങ്ങളെ മുഴുവൻ കൈപിടിച്ചുയർത്തി ദരിദ്രമില്ലാത്ത അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സമയത്തിന് പരിമിതി കൊണ്ടാണ് അടുത്ത ചോദ്യം. സാർ, എനിക്ക് രണ്ടു മുന്നണികളോടും കൂടി ചോദിക്കാൻ, 3 മുന്നണികളും ചോദിക്കാനുണ്ട്. അതായത് നമ്മുടെ ഈ പഞ്ചായത്തിൽ ഏറ്റവും ഒരു ജനജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയം കുടിവെള്ള പ്രശ്നമാണെന്നാണ് ഇവിടെ നമ്മൾ തുടക്കം മുതൽ സംസാരിക്കുന്നത്. ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയിട്ടാണ് ഞാൻ സംസാരിക്കരുത്. അപ്പോൾ ഇനി അധികാരത്തിൽ ഏത് മുന്നണി വന്നാലും നമ്മുടെ ജലജീവൻ കുടിവെള്ള പദ്ധതിക്ക് അതേപോലെ അതിനകത്ത് എതിര് നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പാറമട ലോബിയാണെന്നുള്ളൊരു എല്ലാവർക്കും വ്യക്തമായൊരു കാര്യമാണ്. അതായത് കൃത്യമായ ഇവിടെ പല പാറമടകളും പ്രവർത്തിക്കുന്നത് നിയമാനുസൃതവും നിയമവിധേയമാണെന്ന് പറഞ്ഞാൽ പോലും ഒരു സാധാരണക്കാരൻ്റെ കണ്ണും കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാവുന്ന ഒത്തിരി നിയമലംഘനങ്ങൾ ഇത് കൊണ്ടുപോയുണ്ട്. അതൊന്നും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും എടുക്കാൻ ഒരു നിലവിലുള്ള ഭരണസമിതികളൊന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി ജലജീവൻ കുടിവെള്ള പദ്ധതി, അതായത് ജലജീവൻ 4ഓളം കേസുകൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കോടതി വിധികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ഥലം ഏറ്റെടുക്കാൻ ഇപ്പോൾ പഞ്ചായത്ത് ഈ 3 വർഷം എടുത്തു. അതായത് അനുകൂലമായ ഒരു പേപ്പറെങ്കിലും സംഘടിപ്പിക്കാൻ 3 വർഷം എടുത്തു. അനുകൂലമായ കോടതി വിധികളിൽ അവിടെ നിലനിൽക്കുവാണ് ഈ സമയത്ത്. അപ്പോൾ ഈ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് എല്ലാ മുന്നണികളും ഒന്നിച്ചിരുന്നിട്ട് ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് എനിക്ക് 3 മുന്നണിയോടും ചോദിക്കാനുള്ളത്. ഈ പാറമടകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് പറഞ്ഞു മണ്ഡലമല്ലിയുടെ പേപ്പർ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. അവരുടെ മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പേപ്പർ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെക്കാളും കൃത്യമായിട്ട് ഏത് ടേബിളിലാണെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇതിൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള നടപടികളിൽ ഞങ്ങൾ പാറമടയായിട്ട് ബന്ധപ്പെട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് ചെയ്ത റോഡുകൾ സ്വകാര്യ റോഡുകളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മൈനിങ് ആൻഡ് ജിയോളജി പോയിൽ അനുമതി വാങ്ങുന്നത്. ആ റോഡുകൾ പഞ്ചായത്തിൻ്റെ റോഡുകളാണെന്ന് സ്ഥാപിക്കേണ്ട ഇതിൻ്റെ ഉടമസ്ഥൻ പഞ്ചായത്ത് സെക്രട്ടറിയാണ്. പഞ്ചായത്ത് സെക്രട്ടറി കമ എന്നൊരു അക്ഷരം മിണ്ടൂല, ആ പേപ്പർ എഴുതി ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് സെക്രട്ടറിയോട് ചോദിക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3-ാം വാർഡിൽ, ഇപ്പോഴത്തെ പുതിയ 4-ാം വാർഡിലെ ഒരു പാറമടയ്ക്ക് അനുമതിക്കായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് റിട്ട് പെറ്റീഷൻ അവർ അംഗീകാരം നേടി വന്നു. അവിടെയുള്ള MLA പടി ആടുകുഴി റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ളതല്ല, സ്വകാര്യ റോഡാണെന്ന് പറഞ്ഞ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള റോഡിൻ്റെ ആസ്തി രജിസ്റ്ററിൻ്റെ പകർപ്പടക്കം പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കയ്യിലടക്കം ഉണ്ടായിരുന്നു. ആ വക്കീൽ അവിടെ ഒരു അക്ഷരം മിണ്ടിയില്ല. അതേസമയം ഇവർ പോയത് വില്ലേജ് ഓഫീസറുടെ ഒരു കത്ത് വാങ്ങിക്കൊണ്ട് പോയി. ഈ റോഡ് ആസ്തിയിലുണ്ടോ എന്ന് ചോദിച്ചു. വില്ലേജിലല്ലല്ലോ പഞ്ചായത്തിൻ്റെ ഇരിക്കേണ്ടത്. തൊട്ടടുത്ത ദിവസം ഞാൻ വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്തു. തിരുമാറാടി പഞ്ചായത്ത് ഓഫീസും തിരുമാറാടി പഞ്ചായത്ത് ഓഫീസിൻ്റെ സമീപത്തോട് പോകുന്ന തിരുമാറാടി എടയാർ റോഡും വില്ലേജ് രേഖകളിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസർ എനിക്ക് മറുപടി തന്നു, ഈ റോഡിൻ്റെ രേഖകളിലൊന്നും വില്ലേജിൽ ലഭ്യമല്ല എന്ന്. എന്ന് കരുതി ആ റോഡ് ഇല്ലാന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരെന്തുകൊണ്ട് അത് ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു വിശദീകരണം ചോദിക്കാമല്ലോ. സെക്രട്ടറി അങ്ങനെ ആചാനുബാഹുവോ കാര്യങ്ങളൊന്നുമല്ല. സെക്രട്ടറിയോട് കമ്മിറ്റി വിളിച്ചുകൂട്ടി, കമ്മിറ്റി പോലും കൂടാതെയാണ് തീരുമാനം എടുക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയ തീരുമാനം എടുക്കാൻ പറ്റില്ല. നിലപാട് എത്രത്തോളം സത്യസന്ധമാണ് ഈ ഒരു വിഷയത്തിൽ? ഒരു കാര്യം, ഇത് ഈ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഹൈക്കോടതിയുടെ പരാമർശം എനിക്ക് കിട്ടിയിട്ടുള്ള രേഖ അനുസരിച്ച് 29/2/2024 കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷൻ കൊടുക്കുന്നത്. അതേസമയം 17/4/2023 തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ സാധാരണ യോഗം സ്ഥലം അക്വയർ ചെയ്യുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സജീവന് ഒക്കെ പറയാൻ വേണ്ടി പരിശ്രമിക്കുന്നത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വന്നതെന്നാണ്. കോടതിയിൽ പോയതൊക്കെ നല്ല കാര്യമാണ്, അതിനൊന്നും ഞാൻ അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഈ കോടതി വിധി വന്നതിന് ശേഷമല്ല പഞ്ചായത്ത് ഭരണസമിതി ഈ 20 സെൻറ്റ് അക്വയർ ചെയ്യണം എന്നുള്ള നിലയ്ക്ക് പോയത്. പഞ്ചായത്തിൻ്റെ റോഡുകൾ പ്രൈവറ്റ് റോഡുകളായിട്ട് അല്ല, അതിലേക്കാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോൾ നെവിൻ ഇവിടെ സൂചിപ്പിച്ച ചില കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വാഗ്വാദത്തിലേക്കൊന്നുമല്ല പോകുന്നത്.
ഇത്തരത്തിലുള്ള റോഡുകൾ പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ നിലയ്ക്ക് തന്നെയാണ് പോകേണ്ടത്. അതിന് യാതൊരു സംശയമില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പേപ്പർ മേടിച്ചിട്ടാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്ത് ഈ അനുവാദം വാങ്ങുന്നതെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കി കിട്ടാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കക്ഷീനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജൽജീവൻ മിഷൻ്റെ കാര്യമാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് നടക്കുന്ന വികസന കാര്യമാണെങ്കിലും ഇപ്പോൾ ഭരിക്കുന്ന ആളുകളെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല പോകേണ്ടത്. എൻ്റെ പോയിൻ്റ് അതാണ്. ഈ പറയുന്ന എല്ലാ ഡയറക്ഷനും ഉണ്ട്. ഇപ്പോൾ 29/2 തിരുമാറാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ തീരുമാനം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്തിട്ടുള്ള കാര്യം, ഇതെല്ലാം വളരെ വ്യക്തമായി നമ്മുടെ കയ്യിലിരിക്കെ ഇതിനകത്ത് ചില ആളുകളൊക്കെ വളരെ മോശക്കാരും ചില ആളുകളൊക്കെ വലിയ ചോദ്യത്തിലേക്ക് അതിനകത്ത് വ്യക്തമായ ഉത്തരം വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തമായ ഉത്തരം. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്ട്രി കാണേണ്ട റോഡ് പ്രൈവറ്റ് റോഡാണെന്ന് പറഞ്ഞ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ടോ? ഉത്തരവിറക്കിയിട്ടില്ല. സെക്രട്ടറി അല്ല ഉത്തരവിറക്കിയിരിക്കുന്നത്. വില്ലേജിലുള്ള രേഖ കാണിച്ചപ്പോ വില്ലേജ് പഞ്ചായത്തിന്റെ ആസ്തിയിലെ രേഖ വില്ലേജിലല്ല ചോദിക്കുന്നത്. അപ്പൊ പഞ്ചായത്ത് സെക്രട്ടറിക്ക് തിരുത്താമല്ലോ. എങ്ങനെ പഞ്ചായത്ത് സെക്രട്ടറി രേഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി അതിന് ഉത്തരവാദിയാണ്. വില്ലേജ് ഓഫീസിൽ പോയി എന്തെങ്കിലും രേഖ മേടിച്ച് അത് കോടതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺസേൺഡ് ആളുകൾ അതിനെ എതിർത്ത് അതിന് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ആ രേഖയുണ്ടോ? ആ റോഡുണ്ടോ? പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുണ്ട്. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുണ്ട്. അതിന്റെ രേഖ മേടിച്ചത് വില്ലേജ് ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലല്ലോ. അത് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിച്ച് കൊടുത്തിട്ടാണെങ്കിൽ അത് ഒബ്ജക്ട് ചെയ്യാലോ. അതിന് തർക്കമുണ്ടോ? അത് ഒബ്ജക്ട് ചെയ്യാൻ പഞ്ചായത്തിൽ നമ്മൾ കത്ത് കൊടുത്തു. ഈ പറയുന്ന വക്കീലിനോട് വിശദീകരണം ചോദിക്കാൻ പറഞ്ഞു കൊടുത്തു. ആ വക്കീലിനെ വിളിക്കുകയോ സ്റ്റാൻഡിംഗ് കൗൺസിലിനോട് എന്തുകൊണ്ട് നിങ്ങൾ അത് ഹാജരാക്കിയില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചില്ല. ഈ തീരുമാനം വന്നപ്പോൾ അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞ് കത്ത് കൊടുത്തിട്ട് ഇന്നേ വരെ ആ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോലും തയ്യാറാവുകയും ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാകുവാൻ നിങ്ങളുടെ ഭരണസമിതിക്ക് സാധിക്കുമോ? പെട്ടെന്ന് അതിന്മേലെ സർവകക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. മണ്ഡലമലയിൽ ഈ ടാങ്ക് സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പേപ്പർ ഇവിടെ ആരോ പറഞ്ഞല്ലോ, റവന്യൂ വകുപ്പിലെത്തിയ റവന്യൂ മന്ത്രിയുടെ മേശപ്പുറത്താണെന്ന്. അതാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കാത്തതിൻ്റെ കുഴപ്പം. ഒരു റവന്യൂ മന്ത്രിയുടെ മേശപ്പുറത്തുമല്ല മന്ത്രിയല്ല തീരുമാനമെടുക്കേണ്ടത്. ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മേശപ്പുറത്താണ്. അതെന്നാ പോയത്? ഞാനാണ് പോയത്. അതിനെ ഞാൻ ചോദിക്കുന്നത്, ഇതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കേണ്ട പ്രശ്നമല്ലല്ലോ. ഇതെന്തുകൊണ്ട് നിയമസഭയിൽ ഉന്നയിച്ചുകൂടാ? നിയമസഭയിൽ ചോദ്യമാണോ ഉന്നയിക്കേണ്ടത്? ഞാൻ തർക്കത്തിലല്ല. അതായത് ഒരു സർവകക്ഷി യോഗം വിളിച്ചു, സത്യമാണ്. MLA സ്ഥാനത്തിൽ പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ചു. അതിനുശേഷം തീരുമാനം എടുക്കാതെ പഞ്ചായത്തിന്റെ മെല്ലപ്പോക്കിനെതിരെയാണ് ഞങ്ങൾ ആദ്യം ഹൈക്കോടതി പോകുന്നത്. കോടതി വ്യക്തമായിട്ട് പരാമർശമുണ്ട്. പഞ്ചായത്തിന് 1 മാസത്തിനുള്ളിൽ പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തതിന് കളക്ടർക്ക് കോടതി ഉത്തരവ് കൊടുക്കുക ചെയ്തത്. കളക്ടറോട് സ്ഥലം ഏറ്റെടുക്കാനാണ് കോടതി ഉത്തരവ് ചെയ്തത്. ഈ പഞ്ചായത്തിന്റെ മെല്ലപ്പോക്കിനെതിരെ തന്നെയാണ് ആദ്യം വിധി വന്നത്. പഞ്ചായത്ത് വ്യക്തമായ നിലപാടുകൾ എടുക്കുന്നില്ല. അതായത് ഇവിടെ സർവകക്ഷി യോഗം ചേർന്നു. സത്യമാണ്. MLA സ്ഥാനം സർവകക്ഷി ആ യോഗത്തിനനുസരം നമ്മൾ സ്ഥലം കണ്ടെത്തുക, സ്ഥലം വിലയ്ക്കാണെങ്കിൽ വിലയ്ക്ക് മേടിക്കാന്നാണ് തീരുമാനം എടുത്തത്. അതിന് കാലതാമസം വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞങ്ങൾ ഹൈക്കോടതി പോകേണ്ട വന്നത്. ആ ഹൈക്കോടതി പരാമർശം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ മെല്ലപ്പോക്ക് കാരണം കളക്ടർക്ക് ചുമതലപ്പെടുത്തുമായിരുന്നു. നിലവിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ്? നിലവിലെ അവസ്ഥ സ്ഥലം ഏറ്റെടുക്കാൻ ഞങ്ങൾ ഇപ്പൊ നിലവിൽ കോടതി കളക്ടർക്ക് കേസ് കൊടുത്തിരിക്കുകയാണ്. BJP നേതൃത്വത്തോടാണ് താങ്കൾ 1,45 ലക്ഷം രൂപയുടെ ഒരു 47 ലക്ഷം രൂപയുടെ ഒരു കണക്ക് പറഞ്ഞിരുന്നു. ഈ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് BJP എന്ത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്? BJPയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശുദ്ധമായിട്ട് എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നൽകുന്ന ഒരു പദ്ധതിയാണല്ലോ ഇത്. അതുകൊണ്ട് ഈ മണ്ണത്തൂരിലെ എല്ലാ ഈ പഞ്ചായത്ത് ഈ വാർഡുകളിലും ശുദ്ധജലം എത്തിക്കുന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് എങ്ങും എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അത് തട്ടേക്കാട്, ഞാൻ പറഞ്ഞില്ലേ, തട്ടേക്കാട് നാവളി പറ്റിയ ഭാഗങ്ങളിലൊന്നും വെള്ളമില്ലാത്ത അവസ്ഥയാണുള്ളത്. അപ്പോൾ എത്രയും നിങ്ങൾ എന്ത് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്? ഈ സമരസമിതിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്ന കാര്യത്തിലാണ് BJP ആഗ്രഹിക്കുന്നത്. അതിനുള്ള നടപടികൾ BJP ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞോളൂ. ഇവിടെ തൊട്ടടുത്ത് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഡോക്ടറില്ലാത്തൊരു അവസരങ്ങളുണ്ടായി. തൊട്ടടുത്ത് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഞാനൊരു ദിവസം വന്നപ്പോൾ നേരിട്ട് കണ്ടതാണ്. ഇവിടെ വന്നപ്പോൾ ഈ പ്രായമായ ആൾക്കാരൊക്കെ പനിയും അസുഖങ്ങളായിട്ട് വന്നപ്പോൾ ഡോക്ടറില്ല. ഞങ്ങൾ അപ്പോൾ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷം പോലും അറിഞ്ഞില്ല ആ കേസെന്ന് എനിക്ക് തോന്നുന്നു. ഭരണപക്ഷം പ്രതിപക്ഷം പോലും അറിയാത്ത കേസ് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഉപരോധം ഇവിടെ ഏർപ്പെടുത്തി ഇവിടെ വന്ന് ഞങ്ങൾ സൂപ്പർവൈസറെ കൊണ്ട് പറഞ്ഞ് ഇവിടെ ഉപരോധം ഏർപ്പെടുത്തി പ്രശ്നങ്ങളുണ്ടാക്കി. ഇവിടെ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ ഡോക്ടർ വന്നു വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്രയും അടുത്ത് നമ്മുടെ ഈ തിരുമാറാടി, കാക്കൂർ, ഒലിയപ്പുറം, ഈ മണ്ണത്തൂര്, ഈ ഇവിടെ വെട്ടിക്കാട്ടുപാറ, ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഈ വേറെ ആശുപത്രി ഇവിടെ ഇല്ല. ഈ ഒരു ആശുപത്രിയേ ഉള്ളൂ. ഈ ആശുപത്രിയിലേക്ക് വരുന്ന ഈ സംഭവം തൊട്ടടുത്തുള്ള ഈ പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ ഡോക്ടർ ഇല്ലാത്തൊരു കാര്യം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, പ്രായമായ ആളുകൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഈ കേസ് പോലും ഇവിടെ അറിഞ്ഞില്ല. പ്രതിപക്ഷം ചെയ്തതിനു ശേഷം മാത്രമാണ് ഇവിടെ പ്രതിപക്ഷം പോലും വിരോധം ചെയ്തത്. എന്താണ് പറയാനുള്ളത്? ഈ കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് ഏകീകൃതമായൊരു അഭിപ്രായത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. കാരണം ഈ
അത് നടത്തി കഴിയുമ്പോൾ ഒറ്റ വാക്കിൽ പെട്ടെന്ന് അവസാനിപ്പിച്ചോളൂ. ഈ സംഭവം നടത്തി കഴിയുമ്പോൾ ഉള്ളൊരു കാര്യം, കാക്കൂര് ഷാപ്പിൻ്റെ അവിടെ നിന്നുള്ള ആ ലൈനിൽ നിന്നാണ് വെട്ടിമൂട് സമ്പിലേക്ക് വെള്ളം പോകുന്നത്. അപ്പോൾ അതിന് പകരം ഒരു ക്രമീകരണം എന്നുള്ള രീതിയിൽ പാമ്പാക്കട ആശുപത്രിപ്പടി വഴി കൈനി വഴി ഒരു ലൈൻ ഇടുന്നത് സംബന്ധിച്ച് വന്നപ്പോൾ പാമ്പാക്കട ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെല്ലാവരും അതിനെ എതിർക്കുകയും അതുകൂടെ പൈപ്പിടാൻ പറ്റിയില്ലെന്ന് പറഞ്ഞപ്പോൾ വാട്ടർ അതോറിറ്റി, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് അന്നുണ്ടായിരുന്നോ? ഇല്ല, അന്ന് ഞങ്ങൾ പോയി UDF ഭരിക്കുന്ന പഞ്ചായത്തും കൂടെയായിരുന്നു. അവിടുത്തെ മെമ്പർമാരെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ടാണ് ആ റോഡ് പൊളിച്ച് നീക്കി അതുകൂടെ പൈപ്പിടുന്നതിന് ചെയ്ത്. അതിനുശേഷം ആ റോഡ് പൊളിച്ചത് നന്നാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകൾ സമരം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ സമരം ചെയ്യുമെന്ന് പറഞ്ഞാണ് ആ സാധനം നീക്കിയെടുത്തത്. അപ്പോൾ അതിന് ഏകീകൃതമായിട്ട് എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പോകാനാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത്. പിന്നെ കാർഷിക മേഖലയെ കൊടുത്തുമായി ബന്ധപ്പെട്ട് വലിയപ്പുറം വടക്കിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട വാസുചേട്ടൻ പറഞ്ഞു. നമ്മൾ ആ വലിയപ്പുറത്തെ എടാക്കൽ ചിറയ്ക്ക് കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് നമ്മൾ പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. KLDC ചെയർമാൻ തിരുമാറാടി പഞ്ചായത്തിൽ 3 തവണ വന്നപ്പോഴും നിവേദനം കൊടുത്തു. കാടയുടെ ഉദ്യോഗസ്ഥർ വന്നു, MVIPയുടെ ആളുകൾ വൈക്കൻ ഡിവിഷനിൽ നിന്നൊക്കെ വന്ന് എസ്റ്റിമേറ്റ് എടുത്തിട്ട് പോയതാണ്. 1 രൂപ പോലും ആ പ്രദേശത്ത് അനുവദിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഏറ്റവും അവസാനം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ആശാസനോട് ചോദിച്ചിട്ടാണ് ഒരു 10 ലക്ഷം രൂപ അവിടുത്തെ ചിറയ്ക്ക് അനുവദിച്ചത്. അതുകൊണ്ട് ഹെക്ടർ കണക്കിന് കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ മേഖലയിലേക്കും എത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തിരുനെല്ലം പാടശേഖരത്തെ നമ്മൾ പറയാൻ കാരണം അന്ന് ആ ഒരൊറ്റ കൃഷി ചെയ്തതിന് ശേഷം പിന്നീട് കൃഷി നടന്നിട്ടില്ല എന്ന് കരുതി ചെയ്തെടുത്ത് മുഴുവൻ അബദ്ധമായി എന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഇടമറ്റം ചിറയുടെ സൈഡ് കെട്ടി, ആ സൈഡ് കെട്ടിയത് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ എഞ്ചിനീയറോട് പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് 40 സെന്റിമീറ്ററും കൂടെ പൊക്കി പണിയായിരുന്നെങ്കിൽ വെള്ളം കയറില്ല എന്നാണ്. ഇത് പണിയാനുള്ള ഉദ്യോഗസ്ഥരിക്കുന്നത് ഉപകാരമില്ലാത്ത പണികൾ ചെയ്യുന്നതിനെതിരാണ് പറഞ്ഞത്. ചോദ്യം ആരോടാണ്? ഞാൻ ഭരണകക്ഷിയുടെ ജോർജിയനോടാണ്. ഈ ജലജീവൻ പദ്ധതിയുമായിട്ട് വെട്ടുമൂട്ടിൽ മണ്ഡലം മലയിൽ ടാങ്ക് പണിയുന്നതിന് വേണ്ടിയിട്ട് സ്വകാര്യ വ്യക്തിയുടെ കാശ് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് MLAയും ജോർജിയനും മറ്റുള്ള അവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ ഉൾപ്പെടെ അത് വാങ്ങാനായിട്ട് ശ്രമം നടത്തി. അത് വാങ്ങിക്കാനുള്ള ഫണ്ട് നമുക്ക് പിരിവ് നടത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനെ തുരങ്കം വെച്ച് അവനെ മാറ്റിവിട്ടു. ഇത് കഴിഞ്ഞ് പാറമട സംരക്ഷണ സമിതി അതിന് കേസിന് പോയി വിധി സമ്പാദിച്ച് വന്നതിന് ശേഷവും ഈ പാറമടയ്ക്ക് അനുകൂലമായിട്ട് ചില ഉൾക്കളികൾ നടക്കുന്നതുകൊണ്ടാണ് ഈ ടാങ്ക് അവിടെ പണിയാൻ പണ്ടേ ഈ അക്വയർ ചെയ്തിട്ട് ഇത് പണിയാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ ജോർജേട്ടൻ പറയുന്ന പോലെ റവന്യൂ വകുപ്പ് ജോർജേട്ടൻ്റെ ഇലാണ്. അത് മെല്ലെപ്പോക്ക് അവസാനിപ്പിച്ചാൽ നാളെ അവിടെ സ്ഥലം എടുത്ത് അവിടെ പണിയാൻ സാധിക്കും. അതിങ്ങനെ 2 വെള്ളത്തെ ചവിട്ടി ഇങ്ങനെ നിന്ന് അത് എങ്ങനെയെങ്കിലും അവിടെ നടത്താതിരിക്കാനുള്ള ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അവസാനിപ്പിച്ചാൽ ഈ ടാങ്ക് അവിടെ നാളെ കഴിഞ്ഞുണ്ടാവും. ഈ പാറമടക്കാർ അകമഴിച്ച് സഹായം വല്ലതും നൽകുന്നുണ്ടോ? ആർക്കെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആരോപണമാണ്. അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. അത് ഭരണപക്ഷത്ത് നിന്ന് ഉള്ള ആളുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ അത് നടക്കുന്നുണ്ട്. അതാണ് അവിടെ ജലജീവൻ പദ്ധതി നടപ്പാക്കാൻ പറ്റാതെ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണെന്നറിയോ, നിരവധി വട്ടങ്ങളിൽ MLA കൂട്ടുപിടിച്ചും MLAയുടെ സൗകര്യം നോക്കിയും ഈ പറയുന്ന ഓരോ സ്ഥല ഉടമയുടെ വീട്ടിൽ, ഒരു സ്ഥലം അവിടെ ക്ലിൻ്റൺ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരു 25 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട്. ജോൺസനെ നിഷേധിക്കാൻ പറ്റുമോ? ഈ പറയുന്ന വേറെ മാനായി എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ ഒരു 25 തവണയെങ്കിലും പോയിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അതിനുശേഷം മറുപടി പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞിട്ട് പോരുമ്പോൾ പാറമടക്കാർ സമീപിക്കും. എത്ര കേസുകളാണ് ഇക്കാര്യത്തിൽ വന്നത്? ഹൈക്കോടതി അടക്കം സുപ്രീം കോടതി അടക്കം നിരന്തരമായ കേസാണ്. ആ കേസുകളിലെല്ലാം ഇടപെട്ട് ഒരു കേസിന്മേൽ നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് എത്രമാത്രം ശ്രമമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇത്രമാത്രം ആവധാനത്തിലുള്ള കാര്യത്തിൽ ഇടപെടുന്നത്? വീണ്ടും കേസ് വരുമെന്ന് ഉറപ്പാണ്. ആ കേസിനെ മറികടക്കുന്നതിന് എല്ലാവിധ പേപ്പറുകളും റെഡി ആയില്ലെങ്കിൽ വീണ്ടും കോടതി സ്റ്റേ ചെയ്യും. ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, ഇവരാരും ഈ ഫയലിന്മേൽ പോയ ആളുകൾ ഒറ്റ ചോദ്യമാണ്, ഈ പാറമടക്കെതിരെ ശക്തമായ നിലപാട് ഈ ഭരണസമിതി സ്വീകരിച്ചിരിക്കുമോ? തീർച്ചയായിട്ടും ഇതുവരെ എടുത്തിട്ടുള്ള മുഴുവൻ നടപടികളും അതാണ് ഞാൻ പറഞ്ഞത്. ആടുകുഴിയിൽ പാറമട തുടങ്ങരുത് എന്നാണ് തിരുമാറാടി ഗ്രാമപഞ്ചായത്ത്. അടുത്ത ചോദ്യം ആരോടാണ്? ജോർജേട്ടനോടും അല്ലെങ്കിൽ ഭരണസമിതിയോടും കൂടി മൊത്തത്തിലുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ തിരുമാറാടി പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണ് വാർഡ്. ഇപ്പോഴത്തെ പറഞ്ഞാൽ 2, 3, 4 വാർഡുകളിലാണ് ഏറ്റവും കൂടുതൽ കുടിവെള്ളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ഥലം. ഈ കുടിവെള്ള ബുദ്ധിമുട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ മണ്ഡലം മലയിലെ കുടിവെള്ള പദ്ധതി തന്നെ. അത് നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഒപ്പം പ്രധാനപ്പെട്ട ഒരു കുടിവെള്ള പദ്ധതിയല്ല, ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി ഇവിടെ വന്നായിരുന്നു. ആ വന്ന പദ്ധതി നാവോളിവറ്റം മേഖലയിലും തട്ടേക്കാട് മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും ഡ്രിപ്പ് ഇറിഗേഷൻ വഴി കൃഷിയോഗ്യമാകുന്ന വെള്ളം നടപ്പാക്കുന്നതിന്
5,46,00,00,000 രൂപ എസ്റ്റിമേറ്റ് ഉള്ളൊരു പദ്ധതിയാണ് വന്നത്. ആ പദ്ധതി ടെൻഡറും ചെയ്ത് തട്ടേക്കാട് ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി എന്ന് പറഞ്ഞാൽ ടെൻഡറും ചെയ്തത്. അത് ഇവിടെ ഇറിഗേഷൻ മിനിസ്റ്ററുടെ കുറേ ഭരണകക്ഷി താല്പര്യരായവരുടെ ഭാഗമായിട്ട് അതിപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വെള്ളത്താൽ മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ തിരുമാറാടി പുഞ്ചയിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റി ഈ തിരുമാറാടി പഞ്ചായത്തിന് അപ്പുറമുള്ള പ്രദേശത്തേക്ക് നൽകപ്പെടുന്നതിന് വേണ്ടി ആ പദ്ധതി ഇവിടെ ആവിഷ്കരിക്കുന്നു. ഞാനിതിവിടെ ആവിഷ്കരിച്ചതിന് കുറ്റമുണ്ടെന്ന് പറയുന്നതല്ല. അത് ഇത്രയും വെള്ളം അല്ലെങ്കിൽ കുടിവെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലത്തു നിന്ന് അത് മാറ്റിക്കൊണ്ടുവന്ന് അതേ പദ്ധതിയിൽ തന്നെ പേരിൽ തന്നെ ടെൻഡർ ചെയ്ത സാധനം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ അകത്തുള്ള ഛേദോവികാരം എന്താണെന്ന് അറിയണം. ഒപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഈ സംഭവത്തിൻ്റെ അകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ പ്രവർത്തനത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളെ ഞാൻ വ്യക്തിപരമായി തന്നെ നേരിൽ കണ്ട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പുള്ളി ഇവരെ മുടന്ന ന്യായങ്ങളും കാര്യങ്ങളും പറഞ്ഞ് അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മാറ്റിയും പഞ്ചായത്ത് തലത്തിലേക്ക് അതിൻ്റെ പെറ്റീഷൻ കൊടുക്കാനും വിവരാവകാശങ്ങൾ നൽകുന്നതിനും എല്ലാ ശ്രമ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളതാണ്. അതിന്റെ ഫയലുകളെല്ലാം നിലവിൽ എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഒരു മറുപടി, വ്യക്തമായ മറുപടി. ഈ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം തട്ടേക്കാട് പദ്ധതി എന്നല്ല, കൂറ്റത്തനാൽ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി. ആ ഡ്രിപ്പ് ഇറിഗേഷൻ 44 കോടി രൂപയില്ല, 6.56 കോടി രൂപ. മാർച്ച് മാസം 29-ാം തീയതി ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്തേക്ക് ആ പദ്ധതി കൂറ്റത്തനാൽ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടി ഫയലെത്തുകയാണ്. ആ സന്ദർഭത്തിലാണ് തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികൾ അവിടെ ചെല്ലുന്നത്. മന്ത്രി പറഞ്ഞു, നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് നൽകിയിട്ട് നിങ്ങൾക്ക് വേണ്ടേ? ബോർഡ് എഴുതി വെച്ച പദ്ധതി കിട്ടുകയില്ല, പത്രത്തിൽ വാർത്ത കൊടുത്ത പദ്ധതി കിട്ടുകയില്ല. അതുമേൽ ഫോളോപ്പ് ചെയ്യണം, അതുമേൽ നിരന്തരമായി ഇടപെടണം. ടാങ്ക് വെക്കാനും കിണർ കുത്താനും ലൈനിടാനുമുള്ള നിരവധിയായ പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികൾ പറഞ്ഞു, സാർ ആ പദ്ധതി ഞങ്ങൾ ഇന്ന് എടുത്തു മാറ്റരുത്. ഞാൻ മാർച്ച് മാസം 29-ാം തീയതിയാണ്. മന്ത്രി പറഞ്ഞു, 2 ദിവസം നിങ്ങൾക്ക് തരുന്നു. ആ 2 ദിവസക്കാലത്തിനിടയിൽ നിങ്ങൾ ഇതുമേൽ നടപടി ഉണ്ടാക്കിയാൽ തിരുമാറാടി പഞ്ചായത്ത് ഇതുമേൽ പദ്ധതി തരും എന്നത് ഉറപ്പ് പറഞ്ഞു. മാർച്ച് മാസം 30-ാം തീയതി ഇറിഗേഷൻ വകുപ്പിന് ഉന്നതതല സംഘം ഇവിടെ എത്തി. ഞങ്ങൾ അവിടെ ഉറപ്പ് നൽകി. ഈ കൂറ്റത്തനാൽ പദ്ധതിയുള്ള പ്രദേശത്തെ വാർഡ് മെമ്പറുടെ പേരോട് പറയോ? വാർഡ് മെമ്പർ, ആ വാർഡ് മെമ്പർ ആരാണെന്നുള്ള എല്ലാ പ്രസക്തി. അവിടെയുള്ള പ്രശ്നം പഞ്ചായത്ത് കമ്മിറ്റി അതിന്മേൽ നടപടികൾ സ്വീകരിച്ചു. അങ്ങനെയാണ് തിരുമാറാടി പഞ്ചായത്തിലെ 7-9 വാർഡുകളിലേക്ക് ആ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി ലഭിച്ചത്. പദ്ധതി പോകണമായിരുന്നു. ഇവരെടുക്കുന്ന സമീപനം ഏത് പദ്ധതി ആദ്യത്തെ പ്ലാൻ പ്രകാരം യാതൊരു നടപടി നടത്തിയില്ല. അതിന്മേൽ ആരാണ് ചെയ്യേണ്ടത്? പരാതി പറയുന്ന ആളുകളാണ് ചെയ്യേണ്ടത്. ആ പരാതി പറയുന്ന ആളുകൾ അതിന്മേൽ യാതൊരുവിധ നടപടികളും ജോൺസൺ അവിടെ വന്നത്. ഇവർ ചെയ്യുന്ന കാര്യം എന്താ? ഇവര് പദ്ധതികൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. സാജു ജോൺ ആണെങ്കിൽ സാജു ജോൺ, ജോൺസൺ. ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ സമീപനം പദ്ധതികൾ തട്ടിക്കളയുക എന്നതാണ്, പദ്ധതികൾ നശിപ്പിക്കുക എന്നതാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിരവധിയായ പദ്ധതികൾ ഇവിടെ നശിപ്പിച്ചു കളഞ്ഞു. തിരുമാറാടി BRC പദ്ധതി 1 കോടി രൂപ ലഭിച്ചു, ഇവർ തട്ടിക്കളഞ്ഞു. തിരുമാറാടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ കിട്ടി. നിരവധിയായ പദ്ധതികൾ ചവിട്ടിക്കളഞ്ഞവർക്ക് ഈ പദ്ധതി നഷ്ടപ്പെടാത്തതിലെ വിഷമമാണ്. വാർഡുകളിലേക്ക് ഞങ്ങൾ ഈ പദ്ധതി നടപ്പിലാക്കി. തിരുമാറാടിയിലെ ജനങ്ങൾക്ക് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ആ പദ്ധതി പൂർണ്ണമായി ഈ പദ്ധതി ഒരു സെക്കൻഡ് ഒച്ച വെച്ചിട്ട് ആരും ഒച്ച വെച്ചിട്ട് കാര്യമില്ല. കാര്യങ്ങൾ സംസാരിക്കണം. സംവാദമാണ്. അല്ല, ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്, ഈ ഭരണസമിതിയിലെ 2-ാം വാർഡ്, ഞാൻ ആദ്യം പേര് പറഞ്ഞത് എനിക്ക് വിട്ടുപോയതാണ്, തട്ടേക്കാടല്ല, കൂറ്റത്തനാലാണ്. ഈ കൂറ്റത്തനാൽ പ്രദേശം ഉൾപ്പെടുന്ന വാർഡിന്റെ മെമ്പർ ഇവിടുത്തെ ഭരണകക്ഷിയുടെ മെമ്പറായ സാജു ജോൺ ആണ്. സാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടിരിക്കുന്ന ആള് ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയാണോ വേണ്ടേ? അല്ലാതെ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിൽക്കുന്നു അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ ആൾ നിൽക്കുന്നിടത്ത് ആ പദ്ധതി അതേ പേരിൽ തന്നെ കൊണ്ടുവന്ന്
ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഭരണപക്ഷ ജോൺസൺ ഒക്കെ പറയുമ്പോൾ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു പോകുന്നത് ശരിയല്ലോ. സാജു ജോണാണ് അവിടുത്തെ മെമ്പറെങ്കിൽ ഒരു 100 മീറ്റർ അപ്പുറം സുനി ജോൺസണാ മെമ്പർ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ട് അവിടെ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അവിടെ, MLA എന്ന് പറയുന്ന ആളവിടെ ഉണ്ട്. ഇവർക്കും ഒക്കെ ഇത് ചെയ്യാം. സാജു ഞാൻ വാർഡ് മെമ്പറുടെ കാര്യം പറഞ്ഞോളൂ. ഞാൻ ഈ മെമ്പർമാരുടെ ആരും പേരെടുത്ത് പറയുന്നത് ഞാൻ അവരെ പറയുന്നതല്ല. ഞാൻ എല്ലാവരുടെയും ഉൾപ്പെടെ ഏറ്റവും ഈ പഞ്ചായത്തിലുള്ള ഏറ്റവും കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന സ്ഥലം എന്നാന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അവിടുന്ന് ആ പദ്ധതി അവിടെ എല്ലാവർക്കും ഗുണം, അവിടെ ആർക്ക് ഇടതുപക്ഷോ ഭരണപക്ഷോ എന്നുള്ളതല്ല, എല്ലാവർക്കും ഉപകരിക്കുന്ന ആ പദ്ധതി അവിടുന്ന് അതേ എടുത്ത് വേറൊരു പദ്ധതി അവിടെ കൊണ്ടുവരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ പദ്ധതി എടുത്ത് ഇവിടെ സ്ഥാപിച്ചതിലാണ്. ആ പദ്ധതി അവിടെ നടന്നോട്ടെ, ഈ പദ്ധതി ഇവിടെ നടന്നോട്ടെ, ആർക്കും വിഷമമില്ല. ഈ പദ്ധതി അവിടെ നഷ്ടപ്പെടുമായിരുന്നു. ഇവരുടെ ചോദ്യം എന്ന് പറയുന്നത് ആ പദ്ധതി മറ്റൊരു സ്ഥലത്ത് എന്തിനു സ്ഥാപിച്ചു? നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. അവിടെ തന്നെ സ്ഥാപിക്കാൻ പാടില്ലായിരുന്നു. അതുവരെ മാർച്ച് മാസം 29-ാം തീയതി ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, ആ ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ 2 ദിവസക്കാലം കൊണ്ട് ചെയ്യുന്നതിന് തയ്യാറുള്ള ഒരു മെമ്പറും അവിടെ ആ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റെഡിയാണ്. നമ്മൾ അവസാന ഘട്ടത്തിൽ ഒരാൾ കൂടെ ചോദ്യം ചോദിക്കാം. ഓരോ ചോദ്യം ആരോടാണ്? പെട്ടെന്ന് 1-2 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇവിടെ പെട്ടെന്ന് ചോദിച്ചോ, സമയത്തിന് ഒരു പാനലിൽ നിൽക്കുന്നത് തന്നെ 2 LDF-ഉം 3 UDF. 3 UDF-ഓ? അതാരാ? അങ്ങനെയാണ്. വേറെ സഖ്യമുണ്ടോ? അതെ. എന്തായാലും എനിക്ക് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ. ഇവിടെ ചർച്ചയില് പങ്കെടുക്കുന്നത് ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് ചർച്ച. നമുക്ക് അദ്ദേഹത്തിന് അവസരം അവസരമാണ്. പ്ലീസ് അദ്ദേഹത്തിന് ചോദ്യം ചർച്ചയിൽ ഉന്നയിക്കാൻ ഞാൻ ഉന്നയിച്ചത് വളരെ ബോധപൂർവം തന്നെയാ. ഒന്നും അല്ലാതെ അല്ല, ബോധത്തോടു കൂടി തന്നെ പറഞ്ഞു. ചോദ്യത്തിലേക്ക് എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രമല്ലല്ലോ ചർച്ച. ഈ പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എണ്ണി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും LDF-ന്റെ പ്രതിനിധിയും ഇവിടെ സംസാരിച്ചു. നിങ്ങൾ ഒരു വിഷയത്തെ അടിസ്ഥാനമാക്കി മാത്രം അവർ പറയുമ്പോൾ മാത്രം, അതായത് UDF-ന്റെ ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്ന ഞാൻ സംസാരിക്കുന്നത് വളരെ ബോധപൂർവ്വമല്ലേ? ആ ഒരു പരിപാടി അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടല്ലേ? നിങ്ങളിവിടെ കാണിച്ചത് അത് തന്നെയാ. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ ഞാൻ തിരുമാരാടിയിലെ SMC-യുടെ സ്കൂൾ, തിരുമാരാടി സ്കൂളിൽ SMC ചെയർമാനായിരുന്ന സന്ദർഭത്തിൽ തിരുമാരാടി സ്കൂളിൻ്റെ LP കെട്ടിടം പണിയുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ MLA അടക്കം ഉള്ള ആളുകൾ തയ്യാറാക്കി, MLA അടക്കമുള്ള ആളുകൾക്ക് കൊടുത്തു. 4,65,00,000 രൂപയുടെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് കൊടുത്തിട്ട് MLA അതിനകത്ത് ഒരനക്കവും നടത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം. MLA ഒരു കാര്യം ചെയ്തിട്ടില്ല. അതെന്ത് ഇവർ പറയാതെ? ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് ആശാസനിൽ തന്നെയാണ് ഇപ്പോഴും. ആ ആശാസനെ സമീപിച്ചു. ഇവിടെ ഇപ്പൊ ഈ കുടിവെള്ള പദ്ധതിയെ മാത്രം ആസ്പദമാക്കി നിങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ ബോധപൂർവം തന്നെയാണ്. ബാക്കി വികസന പ്രവർത്തനങ്ങൾ നടന്നു തോന്നും ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒറ്റ വികസന കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. സമയപരിമിതി മൂലം സമയം തരാം. അടുത്ത 5 വർഷക്കാലം BJP നേതൃത്വത്തിന് ഈ പഞ്ചായത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ക്രിയാത്മകമായിട്ട് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും? ഞങ്ങൾക്ക് ഇവിടെ ഒറ്റ സീറ്റ് പോലും ഇല്ല BJP-ക്ക്. ഞങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റെങ്കിലും കിട്ടുവാണെങ്കിൽ, ഞങ്ങൾക്ക് 2-3 സീറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു സീറ്റെങ്കിലും കിട്ടുവാണെങ്കിൽ ഞങ്ങൾ മുഖ്യമായിട്ട് ഈ കുടിവെള്ള നിവാരണത്തിന് വേണ്ടി ഞങ്ങൾ മുഖ്യമായിട്ട് ഇതിന് നിലകൊള്ളും. കാരണം ഈ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീർച്ചയായിട്ടും അതിനോടുകൂടിയുള്ള ജാഗ്രതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. UDF പ്രതിനിധിയിലേക്ക് എത്തിക്കുകയാണ്. നെവിൻ സംസാരിക്കുക. അടുത്ത 5 വർഷക്കാലം നിങ്ങളുടെ ഭരണത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും?
ഇതിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് അനുകൂലമായൊരു നടപടി എടുക്കുന്നതിന് ശ്രമിക്കുക. അതുപോലെ നിർജ്ജീവമായി കിടക്കുന്ന പദ്ധതികൾ ജീവൻ വെപ്പിക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ 9-ാം വാർഡിൽ തന്നെ നടുക്കര ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ 2005-2011 കാലഘട്ടത്തിൽ ഒരെണ്ണം ഉണ്ടാക്കി. ഒരു ദിവസം പോലും ഒരാൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് നടുക്കര ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കി, ഒരു ടാങ്ക് വിട്ടു, എല്ലാം ചെയ്തു വെച്ചു. പഞ്ചായത്തിന് 27,000 രൂപ കറണ്ട് ചാർജ് അടയ്ക്കാൻ വന്ന് നിഷ്ക്രിയ ആസ്തിയായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഒത്തിരിയേറെ ഈ പട്ടികജാതി ക്ഷേമ വികസന ഫണ്ട് ഉപയോഗിച്ച് വന്ന ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. അതെല്ലാം നമ്മൾ സജീവമാക്കി എടുക്കാൻ നിൽക്കും. അതുപോലെ തെരുവുനായ ശല്യം പഞ്ചായത്ത് ഓഫീസിൽ തന്നെ പട്ടി വെറ്റി കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ തെരുവുനായ ശല്യം ABC പ്രോഗ്രാം ഉൾപ്പെടെ ഫലപ്രദമായി നടപ്പിലാക്കിക്കൊണ്ട് അത് ഫലപ്രദമാക്കാൻ ശ്രമിക്കും. അതുപോലെ റവന്യൂ പുറമ്പോക്ക് ഭൂമികൾ ഈ വടകര തൊട്ട് അഞ്ചപ്പെട്ടി വരെയുള്ള സ്ഥലത്ത് പുറമ്പോക്കുകളടക്കം തിരിച്ചെടുക്കാനായിട്ട് ഓർഡർ വന്നിട്ട് ഇന്നേ വരെ വില്ലേജ് സമിതികൾ പല പ്രാവശ്യം കൂടിയെങ്കിലും യാതൊരു നടപടി എടുത്തിട്ടില്ല. അതിനനുകൂലമായിട്ടുള്ള നടപടി എടുക്കും. വഴിവിളക്കുകൾ എല്ലാം സ്ഥാപിക്കും. ഇപ്പോൾ നിലാവ് പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി വന്നു, ഉള്ള വെളിച്ചവും കൂടി ഇല്ലാതായി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വഴിവിളക്കുകൾ ഇടാനായിട്ട് കരാറ് കൊടുത്തിട്ട് കരാറുകാരൻ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഇതേവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെല്ലാം നന്നാക്കി എടുക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുക. ഓക്കെ LDF പ്രതിനിധിയോടാണ് ചോദ്യം. അടുത്ത 5 വർഷക്കാലം തുടർഭരണത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലം തിരുമാറാടി പഞ്ചായത്തിൽ തുടങ്ങിവെച്ച വികസനോന്മുഖമായ മുഴുവൻ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകും. കുടിവെള്ള പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച് ശുദ്ധജലമെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതി ആവിഷ്കരിക്കും. അതേപോലെ തന്നെ നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളെയും കുട്ടിയോജിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഏതാണ്ട് 1.25 കോടി ആളുകൾക്കാണ് പെൻഷൻ സംവിധാനത്തിലൂടെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. അതേപോലെ തന്നെ 20% വരുന്ന ആളുകൾ ഇന്ന് മധ്യവർഗമായി മാറിയിട്ടുണ്ട് കേരളത്തിൽ. ആധുനിക കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിലാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അവരെ ഒട്ടേറെ സ്വപ്നം കാണുന്ന ആളുകളാണ്. ആ സ്വപ്നം കാണുന്ന ആളുകളെ വികസനത്തിൻ്റെ പാന്താവിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന ഗവൺമെൻറ്റുമായി ചേർന്ന് ടൂറിസം രംഗത്തടക്കം കാർഷിക രംഗത്തടക്കം ഫാം ടൂറിസം അടക്കം വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കും. അതിനാവശ്യമായ ഒരു സംവിധാനം ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ തന്നെ വലിയ പുതുമ കൊണ്ടുവന്നുകൊണ്ട് CPM എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുന്ന 9 സ്ഥാനാർത്ഥികളും പുതിയതാണ്. ഒരാൾ മാത്രമാണ് ഒരു ടേം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആൾ. 9 പേരെയും പുതുമുഖങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ അവതരിപ്പിച്ചുകൊണ്ട് നവകേരളം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് ആ പോകുന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പോകും. ജാതിക്കും മതത്തിനും അതീതമായ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തുവൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു സെക്യുലർ സംവിധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിക്കാനും ചെറുപ്പക്കാർക്ക് വലിയ മുൻഗണന കൊടുക്കാനും കഴിയും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതനുസരിച്ച് വികസന കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കും. ഓക്കെ തിരുമാറാടി ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുന്നു. ഇവിടെ പങ്കെടുത്ത പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും നന്ദി. വീണ്ടും അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.